السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാർ, ഉസ്താദുമാർ, ഈ മഹത്തായ ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുന്നതോടൊപ്പം നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ വളരെ നല്ല രീതിയിൽ നമ്മുടെ പരിപാടിയുമായി സഹകരിക്കുകയും അതുപോലെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈമാനിൻ്റെ മാധുര്യം തിരിച്ചറിഞ്ഞവർ എന്ന ഒരു വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ സംഭാവനകളൊക്കെ സംഘാടകരെ ഏൽപ്പിക്കുക. വഅദ് തീരാനാകുന്ന സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടും. അപ്പോൾ കൊണ്ടുവന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി ഏറ്റെടുക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സംഘാടകരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റെടുക്കുന്ന സംഖ്യയും ഡീറ്റെയിൽസും ഒക്കെ സംഘാടകരെ ഏൽപ്പിക്കുക. ഏകദേശം 10:30 മണിയായി. 1 മണിക്കൂറെങ്കിലും 12 മണിയാകുമ്പോഴെങ്കിലും നമ്മൾക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂറെങ്കിലും ഒരു വാദ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അനീഫിനെ വിളിക്കണേ. അനീഫിനെ ഞാൻ നിർബന്ധിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ വാദിൻ്റെ ഒന്നും അവനോടില്ല. ഏതായാലും ഈമാനിൻ്റെ മാധുര്യം തിരിച്ചറിഞ്ഞവർ എന്നൊരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അതുപോലെ സലഫ് സാലിഹീങ്ങളായ ആളുകൾക്കൊക്കെ ഈ ഒരു മാധുര്യം രുചിക്കാനും അനുഭവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയൊക്കെ അതുപോലെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരുന്ന എല്ലാവിധ പ്രാരാബ്ധങ്ങളെയും സുഗമമായ രീതി ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ആ രുചി അനുഭവിച്ചവരാണ്.
ദാഖ തഅമൽ ഈമാൻ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവരാണ്. അങ്ങനെ ഒരു മാധുര്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും വളരെ മനോഹരമായ രീതിയിൽ നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന രീതിയുമൊക്കെ മുൻകാല മഹാന്മാരിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയും. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. അന്ന റജുലൻ മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ ഒരു പുരുഷൻ, അദ്ദേഹത്തിന് സാമ്പത്തികമായൊരു പ്രയാസം തോന്നിയപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു പരിചയമില്ലാത്ത ഒരു സഹോദരനോട് കടം ചോദിക്കുന്നുണ്ട്. ഒരു 1000 ദീനാർ എനിക്ക് കടം തരണം എന്ന് പറയുന്നുണ്ട്. പരിചയമില്ല, ബന്ധമില്ല, ഇങ്ങനെ കണ്ടപ്പോൾ ഒരു 1000 ദീനാർ എനിക്ക് കടം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹല്ലക്ക ഷാഹിദുൻ, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു. കടം കൊടുക്കുമ്പോൾ സാക്ഷി വേണമല്ലോ. മാ മഈ ഷാഹിദുൻ ഇല്ലല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബല്ലാതെ വേറൊരു സാക്ഷിയുമില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദ, എനിക്ക് അള്ളാഹുവാണ് സാക്ഷിയെങ്കിൽ മതി, വേറെ ഒരാളെയും സാക്ഷിയായി എനിക്ക് ആവശ്യമില്ല, എൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞു. അടുത്ത ചോദിച്ചു, ഹൽ മഅക വക്കീലുൻ, വല്ല വക്കീലും നിങ്ങളുടെ കൂടെ ഉണ്ടോ, വക്കീലായി നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മാ മഈ വക്കീലുൻ ഇല്ലല്ലാഹ്, എനിക്ക് വക്കീലായി എൻ്റെ റബ്ബ് മാത്രമാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഫാ ബില്ലാഹി വക്കീല, അള്ളാഹുവിനെ ബരമേൽപ്പിച്ചാൽ പിന്നെ വേറെ ഒരു ടെൻഷനും നമ്മൾക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹുവിനെ ബരമേൽപ്പിച്ച് അള്ളാഹുവിനെ സാക്ഷിയാക്കി, വേറൊരു സാക്ഷിയുമില്ല, ഒരു പരിചയവുമില്ല, ഒരു ബന്ധവുമില്ല, അള്ളാഹുവിനെ സാക്ഷിയാക്കി അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് 1000 ദീനാർ ഇദ്ദേഹത്തിന് കടം കൊടുക്കുകയാണ് ചെയ്തത്. തിരിച്ചു കൊടുക്കാനുള്ള സമയമായി. ആ സമയമായപ്പോൾ 2 പേരുടെയും ഇടയിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. അഥവാ 2 പേരും വ്യത്യസ്തരായ നാട്ടുകാരാണ്. ഒരാൾ നദിയുടെ മറുകരയിലാണ്, മറ്റൊരാൾ നദിയുടെ ഇപ്പുറത്തുള്ള ഈ കരയിലാണ്. കടം തിരിച്ചു കൊടുക്കാനുള്ള സമയമായപ്പോൾ കടം കൊടുക്കേണ്ടവൻ 1000 ദീനാറുമായി നദിയുടെ പുഴയുടെ കരയിൽ നിന്ന് ഏതെങ്കിലും വഞ്ചിയോ ബോട്ടോ തോണിയോ വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി രാവിലെ തന്നെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്നു, ഒരുപാട് സമയം കാത്തിരുന്നു. അദ്ദേഹത്തിന് മറുകരയിലേക്ക് പോവാൻ ഒരാളെയും കിട്ടുന്നില്ല. ഒരുപാട് സമയം കാത്തിരുന്നിട്ട് വളരെ നിരാശയായി അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തിരുന്ന് രാത്രി സായം സന്ധ്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇന്നഹു സഅലനി ഷഹീദൻ, അള്ളാഹുവേ എന്നോട് ആ വ്യക്തി ഒരു സാക്ഷിയെ ചോദിച്ചിരുന്നു. ഫമാ വജദ്തു ഇല്ലാ അൻത, നീയല്ലാതെ ഒരു സാക്ഷി എനിക്ക് കിട്ടിയില്ല റബ്ബേ. വസഅലനി കഫീലൻ ഫമാ വജദ്തു ഇല്ലാ അൻത, എന്നോടൊരു വക്കീലിനെ ചോദിച്ചിരുന്നു, എനിക്ക് നീയല്ലാതെ ഒരു വക്കീലിനെയും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ്, എനിക്ക് കൊടുക്കാൻ യാതൊരു സാധ്യതയും എൻ്റെ മുമ്പിലില്ല എന്ന് പറയുകയും ثم أخذ خشبة فنقرها وأدخل الدنانير فيها, ഒരു മരത്തിന്റെ കഷ്ണമെടുത്ത് 1000 ദീനാർ അതിൻ്റെ ഗ്യാപ്പിൽ, അതിൻ്റെ വിടവിൽ അതിനെ 2 കഷ്ണമാക്കി മുറിച്ച് അതിൻ്റെ വിടവിൽ വെച്ചു. എന്നിട്ട് വകതബ ഫീഹാ റിസാല, ഒരു കത്തും കൂടി അദ്ദേഹം ആ മരത്തിൻ്റെ ആ ഒരു വിടവിൽ വെച്ച് അത് നന്നായി കെട്ടുകയും എന്നിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് ആ ഒരു മരക്കഷ്ണം നദിയിലേക്ക് എറിയുകയും ചെയ്തു. വറമാഹാ ഫിന്നഹർ, അതിങ്ങനെ നദിയിലൂടെ അതിൻ്റെ ഓളങ്ങളും താളങ്ങളുമായി ഇങ്ങനെ തഴുകിത്തലോടിങ്ങനെ സഞ്ചരിച്ചു. നമ്മൾ അതേപോലെ മറുകരയിലേക്കൊന്ന് പോവണം. മറുകരയിലേക്ക് ഇന്നാണ് എനിക്ക് 1000 ദീനാർ തിരിച്ചു കിട്ടേണ്ടത് എന്ന പ്രതീക്ഷയോടെ ആ വ്യക്തി കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയതാണ്. ഒരാളും എൻ്റെ കടവുമായി തിരിച്ചു വരുന്നില്ല, ഒരാളും എൻ്റെ കടം കൊണ്ടുവരുന്നില്ല എന്നറിഞ്ഞ് കാത്ത് വളരെ നിരാശനായി അദ്ദേഹം രാത്രിയാകുന്നത് വരെ ആ പുഴക്കരയിൽ കാത്തിരുന്നു. അങ്ങനെ ഞാൻ അള്ളാഹുവിനെ ബരമേൽപ്പിച്ച് അള്ളാഹുവിനെ സാക്ഷിയാക്കി നൽകിയ ഈ 1000 ദീനാർ എനിക്ക് ഏതായാലും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് കത്തിക്കാൻ ആവശ്യമായ വിറക് കൊള്ളുകൂടി സൂക്ഷിക്കാം, അതുകൂടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പുഴക്കരയിലുള്ള എല്ലാ വിറക് കൊള്ളിയും ശേഖരിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചുപോയി വിറക് കൊള്ളി കഷ്ണങ്ങളാക്കി അടുപ്പത്തേക്ക് വെക്കാനിരിക്കുമ്പോഴാണ് ആ മരത്തിന്റെ ഒരു കഷ്ണത്തിന്റെ ഇടയിൽ 1000 ദീനാറും ഒരു കത്തും അദ്ദേഹത്തിന് കാണാനിടയായത്.
അദ്ദേഹം ഒരു കത്തെഴുതി വിട്ടതാണ്. അള്ളാഹുവാണ് ഞാൻ സാക്ഷി, അള്ളാഹുവാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തു. വക്കീൽ അള്ളാഹുവാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് 1000 ദീനാർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുഴയിൽ നിന്ന് എറിഞ്ഞതാണ്. വളരെ സന്തോഷത്തോടെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതാണ് പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. യഥാർത്ഥ സത്യവിശ്വാസികൾ ഏത് വിഷയമായാലും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കാൻ തയ്യാറാവണം. എന്ത് വിഷയമായാലും, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ യാത്ര, നമ്മുടെ സാമ്പത്തികാവസ്ഥ, നമ്മുടെ വാഹനം, നമ്മുടെ ജോലി, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ എല്ലാം അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളായ ആളുകൾ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെയാണ് ബരമേൽപ്പിക്കേണ്ടത്. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ ബരമേൽപ്പിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അത്തരമൊരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മഹാന്മാരായ ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ മഹാന്മാരായ സ്വഹാബാക്കൾക്ക്, താബിഈങ്ങൾക്ക് വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് അള്ളാഹുമായുള്ള മുനാജാത്ത് കൊണ്ട് അനുഭവിച്ച വളരെ മഹത്തായ അനുഭവങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മൾക്കും അനുഭവിക്കാൻ കഴിയും, നമ്മൾക്കും അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ കഴിയും. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിൻ്റെ ശേഷം 4 ഖലീഫമാരുടെ വഫാത്തിൻ്റെ ശേഷം മുആവിയയാണ് അന്ന് ഖലീഫയായിട്ടുള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹുവാണ്. എല്ലാ വർഷവും മുആവിയ റളിയല്ലാഹു അൻഹു 1,00,000 ദീനാർ അദ്ദേഹത്തിന് നൽകാറുണ്ടായിരുന്നു. എല്ലാ വർഷവും 1,00,000 ദീനാർ മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന് അതുപോലെ കുടുംബത്തിനൊക്കെ, നബി തങ്ങളുടെ കുടുംബത്തിനൊക്കെ നൽകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമായപ്പോൾ, ഒരു വർഷം ലഭിക്കേണ്ട 1,00,000 ദീനാർ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വലിയ പ്രയാസം തോന്നി. കാരണം സാമ്പത്തികമായി വലിയ ടൈറ്റാണ്, ജീവിക്കാൻ വേറെ വകയില്ല. ബൈത്തുൽ മാലിൽ നിന്ന്, ഖജനാവിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഈ കുടുംബത്തിന് നൽകുന്ന ഈ 1,00,000 ദീനാർ ലഭിക്കാതെ ജീവിതത്തിൻ്റെ നീക്കുപോക്കുകൾക്കും ചെലവിന് പോലും സമ്പത്ത് തികയാതെ വന്നു. അങ്ങനെ വളരെ വിഷമത്തോടെ അദ്ദേഹം എഴുതാൻ വേണ്ടി പേനയെടുത്ത് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് എനിക്കെല്ലാ വർഷവും നൽകേണ്ട 1,00,000 ദീനാർ നിങ്ങൾ തരാത്തത് എന്ന് എഴുതാൻ വേണ്ടി പേനയെടുത്തു. പക്ഷേ സുമ്മ അംസക്തു, പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ അത് മാറ്റിവെച്ചു. അങ്ങനെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, അല്ലാഹുവിൻ്റെ ഹബീബിനെ ഞാൻ സ്വപ്നത്തിലൂടെ കാണാനിടയായി. എന്നോട് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു, കൈഫ അൻത യാ ഹസൻ, ഹസനെ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബിഖൈരി യാ അബതി, എൻ്റെ ഉപ്പ, എൻ്റെ പിതാവേ വളരെ സുഖമാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ പിതാവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്കെല്ലാ വർഷവും ലഭിക്കേണ്ട സാമ്പത്തികമായ ആ സഹായം ഈ വർഷം എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് കത്തെഴുതാൻ തയ്യാറായോ എന്ന് ചോദിച്ചു. നിങ്ങൾ പേനയെടുത്തുകൊണ്ട് ഒരു മനുഷ്യനോട് ആവശ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറായോ? അപ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഞാൻ എഴുതാൻ വേണ്ടി തയ്യാറായതാണ്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹുമ്മ ഖദിഫ് ഫീ ഖൽബി റജാഅക വഖ്തഅ റജാഇ അമ്മൻ സിവാക ഹത്താ ലാ അർജു അഹദൻ ഗൈറക എന്നിങ്ങനെ തുടങ്ങുന്നൊരു പ്രാർത്ഥന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് നിരന്തരമായി ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ ആശയം, അല്ലാഹുവേ, നിന്നെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കാനുള്ള ഈമാനും കരുത്തും എനിക്ക് നൽകണേ അല്ലാ. നീയല്ലാതെ മറ്റൊരാളിൽ നിന്ന് ഒന്നുപോലും ആഗ്രഹിക്കാത്ത രീതിയിൽ, മറ്റൊരാളിൽ നിന്ന് ഒരു സഹായവും ചോദിക്കാതെ ജീവിക്കാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ എന്നർത്ഥമുള്ള ഒരു പ്രാർത്ഥന അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പേരക്കുട്ടിയായ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
അന്ന് മുതൽ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചൊല്ലാൻ തുടങ്ങി. ഫവല്ലാഹി മാ അൽഹതു ബിഹി ഉസ്ബൂഅൻ, 7 ദിവസം ഒരാഴ്ചയോളം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ദുആ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഹത്താ ബഅസ ഇലയ്യ മുആവിയ ബി 1500 ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ, 1.5 ലക്ഷത്തോളം ദീനാറ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അയച്ചു. ഫഖുൽതു അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ, അല്ലാഹുവിനെ ഓർക്കുന്നവനെ മറക്കാത്ത റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ, അല്ലാഹുവിനെ ഓർക്കുന്നവരെ മറക്കാത്ത റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് ഞാൻ പറഞ്ഞു. അഥവാ ഒരു മനുഷ്യനോട് ആവശ്യം ചോദിക്കേണ്ട ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരികയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനോടും നിങ്ങൾ ഒരു സഹായവും ചോദിക്കാൻ പാടില്ല. സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ പറയാറുണ്ടായിരുന്നു, അല്ലാ അസ്അല അഹദൻ ഷൈആ, നിങ്ങൾ ആരും ഒരാളോടും ഒന്നുപോലും ചോദിക്കാൻ പാടില്ല, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, മറ്റൊരാളെ ആശ്രയിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഈ ഒരു ഹദീസ് കേട്ട ശേഷം സ്വന്തം ഒട്ടകത്തിൽ നിന്ന് അവർ ഒട്ടകത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ കൈകളിൽ നിന്ന് വടിയോ മറ്റെന്തെങ്കിലും ഒരു വസ്തു ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ അതിന്റെ തൊട്ടടുത്തൊരാൾ നിൽക്കുന്നത് കണ്ടാൽ പോലും അവരോട് എടുത്തു തരാൻ പറയാറുണ്ടായിരുന്നില്ല. ഒട്ടകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ആ വടിയെടുത്ത് തിരിച്ചു ഒട്ടകത്തിലേക്ക് കയറാറായിരുന്നു മഹാന്മാരായ സ്വഹാബാക്കൾ. നിങ്ങൾക്ക് പറഞ്ഞത് ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ കാറിൽ കയറുന്നത് പോലെയുള്ള സുഖം ഒട്ടകത്തിലും കുതിരയിലും കയറാനൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ബാക്കൽ ഫോട്ടോയിലൊക്കെ പോയിട്ടുണ്ട്. അവിടുന്ന് ഒട്ടകത്തിലും അതുപോലെ പിന്നെ കുതിരയിലൊക്കെ കയറിയ ആളുകളായിരിക്കും. നല്ല പ്രയാസമുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. അപ്പോൾ ഒട്ടകത്തിൽ കയറാൻ നല്ല പ്രയാസമുണ്ട്. അങ്ങനെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ കയ്യിൽ നിന്നൊരു വടി വീണെന്ന് സങ്കല്പിക്കുക. അവിടെ തൊട്ടടുത്തൊരാൾ നിൽക്കുന്നുണ്ട്, അഥവാ ഭൂമിയിൽ ഒട്ടകത്തിലൊന്നും കയറാതെ ഒരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സത്യത്തിൽ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് അതൊന്ന് എടുത്തു തരോ പ്ലീസ് എന്ന് ചോദിച്ചാൽ മതി, അത് എടുത്തു കൊടുക്കും. പക്ഷേ അതുപോലും ചോദിക്കാൻ അവർക്ക് നാണമായിരുന്നു. മറ്റൊരാളോട് സഹായം ചോദിക്കാൻ അവർക്ക് നാണമായിരുന്നു, മടിയായിരുന്നു. അതുകൊണ്ട് സ്വന്തമായി തന്നെ ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി വീണ്ടും ആ വടിയെടുത്ത് മുകളിലേക്ക് അവർ കയറുമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാവണം? അല്ലാഹുവിന് ഇഷ്ടമാണത്. മറ്റൊരാളെ ആശ്രയിക്കാൻ പാടില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളോട് കൈ നീട്ടുകയോ നമ്മൾ ആവശ്യം വിഷമങ്ങൾ പറയുകയോ ചെയ്യരുത്. എന്നാൽ മറ്റൊരാളുടെ ആവശ്യത്തിന് പറയാം. സ്ഥാപനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എവിടെ പോയി ആരുടെ മുമ്പിലും ഒന്നും ചോദിക്കുന്നതിലും യാതൊരു മടിയും നമ്മൾക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിരിക്കാം, അള്ളാഹു നിങ്ങൾക്ക് സൗകര്യങ്ങൾ തന്നിരിക്കാം. ആ സമ്പത്ത് വെച്ച് നിങ്ങളുടെ സമീപത്തേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോ 1000-ങ്ങളോ 10,000-ങ്ങളോ കൊടുത്ത് നിങ്ങൾ കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള ആളുകൾ, നിങ്ങളുമായി ബന്ധമുള്ള ആളുകൾ, അവർക്കൊന്ന് ഫോൺ ചെയ്യണം. ഇതാ നമ്മുടെ സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിലേക്ക് ഒരു 10,000 രൂപ, ഒരു 50,000 രൂപ, 1,00,000 രൂപ നിങ്ങൾ കൊടുക്കണമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ അത് റെക്കമെൻഡ് ആണ്, അതൊരു ശുപാർശയാണ്. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളങ്ങനെ ചെയ്യണം. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. മുഅ്മിനീങ്ങളെ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊന്നും പറയരുത്. അഥവാ നമ്മുടെ അയൽവാസികളുണ്ട്, അവിടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത വളരെ പ്രയാസപ്പെടുന്ന രക്ഷിതാവാണുള്ളത്. അവിടെയുള്ള പെൺമക്കളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ആരാണതിന് തയ്യാറാവേണ്ടത്? നാട്ടിലുള്ള പൗരപ്രമാണിയായ ഒരാൾ. ഒരുപക്ഷെ അയാൾക്ക് ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവാം, പൗരപ്രമാണിയായിരിക്കാം, സംഘടനാ തലപ്പത്തുള്ള വ്യക്തിയാവാം. അത്തരം ആളുകൾ ഈ പാവപ്പെട്ട പെണ്ണിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടം. എന്തിനേക്കാൾ വർഷങ്ങളോളം പള്ളിയിൽ നിന്ന് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഇത്തരം പാവങ്ങളുടെ കൂടെ നടക്കലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത്, ഒരുപക്ഷേ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾക്ക് സ്വന്തമായി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ ജ്യേഷ്ഠന്മാര് മുതലാളിമാരാവാം,
നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കാരണവന്മാര്, നമ്മുടെ അളാപ്പമാര്, മുച്ചാപ്പമാര്, നമ്മുടെ സുഹൃത്തുക്കൾ, അവര് വലിയ വലിയ മുതലാളിമാരാവാം. അവരോട് നമ്മൾക്കൊരു റെക്കമെൻഡ് ചെയ്യാം. നമ്മുടെ സ്ഥാപനമുണ്ട്, ഒന്ന് വരണം, ഒന്ന് കാണണം, ഒന്ന് സഹായിക്കണം. അത്തരം ആളുകൾ നൽകുന്ന സഹായത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് കൂടി നൽകുമെന്നാണ് പരിശുദ്ധ ഹദീസിന്റെ താല്പര്യം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അല്ലാ അസ്അല അഹദൻ ശൈആ, ഞാൻ ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് എന്റെ ഹബീബ് എന്നോട് പഠിപ്പിച്ചു എന്ന് പ്രഗത്ഭരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരാളോടും കൈനീട്ടാൻ പാടില്ല. അൽയദുൽ ഉല്യാ ഖൈറും മിനൽ യദി സുഫ്ലാ, താഴെയുള്ള കൈകളെക്കാളും അല്ലാഹുവിന് ഇഷ്ടം മുകളിലുള്ള കൈകളാണ്. ഇതാണ് മുകളിലുള്ള കൈകൾ, ഇത് താഴെയുള്ള കൈയാണ്. വല്ലതും തരണേ എന്ന് പറയുന്നത് താഴെയുള്ള കൈയാണ്, ഇതാ പിടിച്ചോളൂ എന്ന് പറയുന്നത് മുകളിലുള്ള കൈകളാണ്. ഈ കൈകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഇതുപോലെയുള്ള കൈകളാവാൻ നമ്മൾ ശ്രമിക്കണേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണാനിടയായത്. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പതിവിന് വിപരീതമായി 1.5 ലക്ഷം ദീനാറാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 1.5 ലക്ഷം ദീനാറാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ സമയത്ത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദകറ, അല്ലാഹുവിനെ ഓർത്ത ഒരാളെയും അല്ലാഹു മറക്കൂല എന്നാണ്. ഫദ്കുറൂനി അദ്കുറുകും, എന്നെ നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഫദ്കുറൂനി അദ്കുറുകും, എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എന്നെ മറന്നാലോ ഞാൻ നിങ്ങളെയും മറക്കുമെന്നാണ് ഇതിന്റെ ആശയം. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെ മറന്നവരിൽ ഉൾപ്പെടാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനെ മറന്നാൽ അല്ലാഹു നമ്മളെയും മറക്കുമെന്നാണ്. എത്ര കാലമാണോ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്, അത്രയും കാലം അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ നോട്ടം, അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മൾക്കും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ, ആരാണോ എന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നത്, അഥവാ എന്നെ മറന്നു കഴിഞ്ഞാൽ അവന് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഭാരമേറിയ ജീവിതമാണ്, വളരെ കുടുസായ ജീവിതമാണ്, വളരെ പ്രയാസമുള്ള ജീവിതമാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, എന്നാൽ മനസ്സിന് ആശ്വാസം വേണമെങ്കിൽ, ശരീരത്തിന് ആരോഗ്യം, മാനസികമായ കരുത്ത് വേണമെങ്കിൽ അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായി അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിന്റെ കൂടെ നിൽക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅ, നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അല്ലാഹുവിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ കൂടെ നിൽക്കുന്നത്? അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക, ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കലാണ് അല്ലാഹുവിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ. മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅ, അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ നിൽക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ഉണരുന്നത്, സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന്റെ പള്ളിയിൽ പോകുന്നത്, നമ്മുടെ മഹല്ലിന്റെ ബൗണ്ടറിയിലുള്ള സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ സംസാരിച്ചിരിക്കാതെ, സൊറ പറഞ്ഞിരിക്കാതെ, TV കണ്ടുകൊണ്ടിരിക്കാതെ സദാസമയത്ത് കൃത്യമായ സമയത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്, ഹറാമിൽ നിന്ന് കണ്ണുകളെ നിയന്ത്രിക്കുന്നത്, ചെവിയെ നിയന്ത്രിക്കുന്നത്, കൈകാലുകളെ നിയന്ത്രിക്കുന്നത്, വേണ്ടാത്ത ചിന്തകൾ, ഫിത്നകൾ, ഫസാദുകൾ, ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കലാണ് അല്ലാഹുവിന്റെ കൂടെ നിൽക്കൽ എന്ന് പറഞ്ഞാൽ. വീണ്ടും മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, യാ ഹസൻ കൈഫ അൻത യാ ഹസൻ, ഹസനെ എങ്ങനെയുണ്ട് ഹസനെ, സുഖമാണോ എന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ ഹസൻ തങ്ങൾ പറഞ്ഞു, ബിഖൈരി യാ റസൂലല്ലാഹ്, വളരെ സന്തോഷമാണ് നബിയേ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു 1.5 ലക്ഷത്തോളം ദീനാർ എനിക്ക് പറഞ്ഞയച്ചത് ഞാൻ എൻ്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോഴാണ് വളരെ മനോഹരമായ ഒരു ആപ്തവാക്യം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു തന്നത്. യാ ബുനയ്യ, പൊന്നുമോനെ,
എല്ലാവരും ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു വിഷയമാണിത്. സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഹാകദാ, ഇപ്രകാരമാണ് അല്ലാഹു പെരുമാറുന്നത്. ആരോട്? മൻ റജൽ ഖാലിക വലം യർജുൽ മഖ്ലൂഖ, സൃഷ്ടികളെ പ്രതീക്ഷിക്കാതെ സൃഷ്ടാവിനെ പ്രതീക്ഷിക്കുന്നവരോട് ഈ രീതിയിലാണ് അല്ലാഹു പെരുമാറുന്നത്. ഒരിക്കലും ജനങ്ങളെ പ്രതീക്ഷിക്കാൻ പാടില്ല. അയാളെ കണ്ടാൽ ഇത്ര കിട്ടും, ഇയാളെ കണ്ടാൽ ഇത്ര കിട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ലാഹു പറയുന്നത് മൻ റജൽ ഖാലിഖ, അല്ലാഹുവിനെ പ്രതീക്ഷിച്ചാൽ അല്ലാഹു ഈ രീതിയിലൊക്കെ അത്ഭുതകരമായ സഹായങ്ങൾ നൽകുമെന്നാണ്. വലം യർജുൽ മഖ്ലൂഖ, സൃഷ്ടികളെ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ആ ഒരു രീതിയിലാവണം നമ്മുടെ എല്ലാ നീക്കുപോക്കുകളും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ നഈം എന്നവർ ഫി ജലായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ജലായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന സംഭവമാണിത്. ജഅഫർ ഇബ്നു മുഹമ്മദിൻ അൻ അബീഹി, അദ്ദേഹം പറയുന്നുണ്ട്, രണ്ട് പേര് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് തർക്കിക്കാൻ വേണ്ടി കടന്നു വന്നു. അഥവാ രണ്ട് പേർക്കിടയിൽ പ്രശ്നമുണ്ടായി. ഒരാൾ വാദിയാണ്, മറ്റൊരാൾ പ്രതിയാണ്. രണ്ട് പേരാണ് കടന്നു വന്നത്. ഒരാൾ പ്രതിയാണ്, രണ്ടാമതൊരാൾ വാദിയാണ്. അങ്ങനെ രണ്ടുപേര് തർക്കിച്ചുകൊണ്ടിരിക്കെ ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കെ അലി തങ്ങൾ ഒരു ചുമരിന്റെ മുകളിൽ ഇരിക്കുകയുണ്ടായി. ഒരു ചുമരിന്റെ ഒരു ബൗണ്ടറിയുടെ മുകളിൽ മഹാനായ അലി തങ്ങൾ ഇരിക്കുകയുണ്ടായി. അപ്പൊ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അൽ ജിദാറു യഖഉ, മഹാനായ അലി എന്നവരെ, ആ ജിദാർ, ആ ചുമര് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ആ ചുമര് ഇടിഞ്ഞു വീഴാനായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് എണീക്കണേ, അവിടെ ഇരിക്കല്ല എന്ന് മഹാനായ അലി തങ്ങളോട് പറഞ്ഞു. അപ്പോൾ മഹാനായ അലി തങ്ങൾ പറഞ്ഞ മറുപടി, ഇംലീനി, നിന്റെ കാര്യം ചെയ്യേ, കഫാ ബില്ലാഹി ഹാരിസ, എനിക്ക് കാവൽ നിൽക്കാൻ എന്റെ റബ്ബുണ്ട്, എന്നെ അല്ലാഹു നോക്കിക്കോളും. കഫാ ബില്ലാഹി ഹാരിസ, എന്റെ കാവൽക്കാരനായി എന്റെ റബ്ബുണ്ട്, എന്നെ കാക്കാൻ, എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്. അതുകൊണ്ട് നീ നിന്റെ പണിയെടുത്തോളൂ എന്ന് പറഞ്ഞു. ഫഖളാ ബൈനഹുമാ, എന്നിട്ട് ആ ചുമരിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മഹാനായ അലി തങ്ങൾ രണ്ടുപേരുടെയും തർക്കം പരിഹരിച്ചു കൊടുത്തു. ഫഖാം, രണ്ടുപേരും എണീറ്റ് പോയ ഉടനെ മഹാനായ അലി തങ്ങളും ആ ചുമരിൽ നിന്ന് എണീറ്റുകൊണ്ട് താഴേക്ക് ഇറങ്ങി. സുമ്മ സഖതൽ ജിദാർ, മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ ചുമരിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ട താമസം ആ ചുമരവിടെ നിന്ന് ഇടിഞ്ഞു വീണു എന്ന് ചരിത്രത്തിൽ കാണാം. ആരാണിതുവരെ സംരക്ഷിച്ചത്? ആരാണിതുവരെ സംരക്ഷിച്ചത്? ഇതുപോലെയുള്ള ഒരു ചുമരിൽ, കൊഴിഞ്ഞു വീഴാനായ ഒരു ചുമരിൽ, കൊഴിഞ്ഞു വീഴാനായ ഒരു മതിലിലാണ് അലി തങ്ങൾ ഇരുന്നിരുന്നത്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ എന്റെ റബ്ബ് സംരക്ഷിക്കുമെന്ന്. അഥവാ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണത്, ഈമാനിന്റെ മാധുര്യമാണത്. ഈമാനിന്റെ മാധുര്യം അവർ അനുഭവിച്ചതുകൊണ്ടാണ് മഹാനായ അലി തങ്ങൾ എണീറ്റ് പോകുന്നത് വരെ അല്ലാഹുവിന്റെ കാവലിലാണ് അദ്ദേഹം. അങ്ങനെ അല്ലാഹു സംരക്ഷിക്കുകയാണ് ചെയ്തത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഈമാനിന്റെ മാധുര്യം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. തഹജ്ജുദിന്റെ ആളുകളായി നമ്മൾ മാറണം. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അഹ്ലസ് സമാഇ ലയറൂന ബുയൂത അഹ്ലിദ് ദിക്രി, അഹ്ലദ് ദിക്രി തുളീഉ ലഹും കമാ തുളീഉൽ കവാകിബു ലി അഹ്ലിൽ അർളി. എങ്ങനെയാണോ ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം നൽകുന്നത്, അതേപോലെ ആകാശങ്ങളിലുള്ളവരിലേക്ക് ഭൂമിയിൽ ദിക്ർ ചെല്ലുന്നവരുടെ വീടുകൾ പ്രകാശം പരത്തുന്നുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ദിക്ർ ചെല്ലുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ വീട്ടിൽ നിന്ന് ദിക്ർ ചെല്ലുന്ന സമയത്ത് ആ വീടിനൊരു പ്രകാശമുണ്ട് എന്നാണ്. എന്താണ് അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെല്ലലാണത്, സ്വലാത്ത് ചെല്ലലാണത്, തസ്ബീഹ് ചെല്ലലാണത്, അള്ളാഹുവിനെ ഓർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലലാണത്, പരിശുദ്ധമായ ഖുർആൻ ഓതലാണത്. ഖുർആനിനെക്കാളും വലിയ ദിക്ർ വേറെ ഇല്ല. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കോട്ടെ, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാളും വലുത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആനാണ് ദിക്റുകളിലെ ഏറ്റവും വലിയ ദിക്ർ, ഖുർആനാണ്. രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ ആ വീടിനൊരു പ്രകാശമുണ്ട് എന്നാണ്. ഏതുപോലെ രാത്രി സമയങ്ങളിൽ
ആകാശങ്ങളിലേക്ക് നോക്കുമ്പോൾ ആകാശങ്ങളിലെ നക്ഷത്രങ്ങൾക്കൊരു പ്രകാശമുള്ളതുപോലെ, ആകാശങ്ങളിലെ നക്ഷത്രങ്ങൾ കത്തിജ്വലിക്കുന്നത് പോലെ, അതിന്റെ പ്രകാശം നമ്മൾക്ക് പ്രഭ ചൊരിയുന്നത് പോലെ ആകാശങ്ങളിലുള്ള ആത്മാക്കൾക്കും അല്ലാഹുവിന്റെ മലക്കുകൾക്കും ദിക്ർ ചെല്ലുന്നവരുടെ വീടിന്റെ പ്രകാശം എത്തുന്നുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഒരു വെളിച്ചം കാണാൻ ആകാശങ്ങളിലുള്ളവർ ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം? രാത്രിയായാൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. അനീഫ് സാഹിബേ, ഒന്ന് ഇവിടെ പറഞ്ഞ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, ഇവിടെ വന്ന് നോക്കണം. അതേപോലെ തന്നെ മഹാന്മാരായ സ്വഹാബാക്കളിൽ താബിഈങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. جاء في مسند الإمام أحمد عن النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, كانت امرأة في بيت فخرجت في سرية من المسلمين. ഒരു സഹോദരി മുസ്ലിമീങ്ങളായ സൈന്യത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയുണ്ടായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഒരു സഹോദരി മഹാന്മാരായ മുസ്ലിമീങ്ങളായ സൈന്യത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയുണ്ടായി. ആ സഹോദരിക്ക് 12ഓളം ആടുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ. 12ഓളം ആടുകൾ വീട്ടിലുണ്ടായിരുന്നു. ആ ആടുകളെ വെച്ചായിരുന്നു ഈ സഹോദരി ജീവിച്ചിരുന്നത്. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 12 ആടുകളിൽ നിന്ന് ഒരു ആടിനെ കാണാനില്ല. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, യാ റബ്ബ്, അല്ലാഹുവേ, ഇന്നക ഖദ് ലമിൻത ലിമൻ ഖറജ ഫീ സബീലിക അൻ തഹ്ഫള അലൈഹി. നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കാമെന്നുള്ള വാഗ്ദാനം നീ നൽകിയിട്ടില്ലയോ? ഇത് വിശ്വാസമാണ് മുഅ്മിനീങ്ങളെ, ഇത് ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. വീട്ടിൽ നിന്നിറങ്ങി ആരുടെ കൂടെ? അല്ലാഹുവിന്റെ പട്ടാളക്കാരുടെ കൂടെ. അല്ലാഹുവിന്റെ വഴിയിൽ ധർമ്മസമരത്തിന് വേണ്ടി ഒരു പെണ്ണ് പുറപ്പെടുകയാണ്. തിരിച്ചു വരുമ്പോൾ ആ പെണ്ണിന്റെ ആടുകളിൽ നിന്നൊരു ആടിനെ കാണാനില്ല. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്ക് നിന്റെ സംരക്ഷണം നൽകുമെന്ന് നീ പറഞ്ഞതല്ലേ? ഇന്നെനിക്ക് എന്റെ ഒരു ആട്ടിൻകുട്ടിയെ കാണാനില്ല റബ്ബേ, എവിടെ പോയി അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ആ പെണ്ണ് ദുആ ചെയ്യുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, പിറ്റേ ദിവസം സുബ്ഹിയാകുമ്പോൾ, പിറ്റേ ദിവസം പകലാകുമ്പോൾ ആ സഹോദരിക്ക് ആ ആടിനെ തിരിച്ചു കിട്ടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പകൽ സമയമായപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയ ആടിനെ അല്ലാഹു തിരിച്ചു നൽകുകയാണ്. എന്താണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചത്? എന്താണ്? ആ പെണ്ണിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം ഈമാനിന്റെ മാധുര്യമാണ്. ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ, ഉദാഹരണം, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ, നിന്നെ ബരമേൽപ്പിച്ചുകൊണ്ട് ഞാനിതാ പുറത്തിറങ്ങുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ പുറത്തിറങ്ങുന്നതെങ്കിൽ തിരിച്ചു വരുന്നത് വരെ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് അയാൾക്ക് പോറലേൽക്കൂല, അയാൾക്ക് ആക്സിഡന്റ് സംഭവിക്കൂല. ഇത് അല്ലാഹുവിന്റെ സംരക്ഷണമാണ്. പക്ഷെ എപ്പോഴാണ് ഇത് ലഭിക്കുന്നത്? അയാൾക്ക് അചഞ്ചലമായ വിശ്വാസം വേണം. ഉസ്താദ് പറഞ്ഞതല്ലേ, ഞാൻ ചെയ്തു നോക്കാം, ഉസ്താദ് വഅദിൽ പറഞ്ഞതല്ലേ, ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള ചിന്തയാണെങ്കിൽ ഈ ഒരു മാധുര്യം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. നമ്മൾക്ക് അങ്ങനെ ഒരു വിശ്വാസം വേണം. ഞാനിതാ വീട്ടിൽ നിന്നിറങ്ങുകയാണ് റബ്ബേ, നിന്നെ തവക്കുലാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്, നിന്നെ ബരമേൽപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. നിന്നെ ബരമേൽപ്പിച്ചാൽ നീ മതി എന്നല്ലേ പറഞ്ഞത്? ഒരാൾ നിന്നെ ബരമേൽപ്പിക്കുകയാണെങ്കിൽ, അവരുടെ വിഷയം, അവരുടെ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ മതി എന്നല്ലയോ റബ്ബേ നീ പറഞ്ഞത്? അതുകൊണ്ട് നിന്റെ സംരക്ഷണം വേണമെന്നുള്ള ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെ, ആത്മാർത്ഥമായ നീയത്തോടുകൂടി ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അല്ലാഹു അയാളെ സംരക്ഷിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ താല്പര്യം. അങ്ങനെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അങ്ങനെയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക.
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വർഗീയ ലഹളകൾ ഉണ്ടാകുന്ന സമയമാണിത്, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന സമയമാണിത്, സംഘടനാ വിരോധം തീർക്കുന്ന സമയമാണിത്, കുടുംബ വിരോധത്തിന്റെ പേരിലൊക്കെ അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും നടക്കുന്ന കാലമാണിത്. പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ പേടിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. ഒരു മണിക്കൂർ നേരമെങ്കിലും ഇവിടെ തന്നെ എന്താണ് ഈ പറയുന്നത്, എന്താണ് ഇതിന്റെ അകക്കാമെന്ന് തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? എങ്ങനെ? എവിടെയാണെങ്കിലും അള്ളാഹുവിനെ പേടിക്കണം. നിന്റെ വീട്ടിലാണെങ്കിലും ശരി, നിന്റെ സ്കൂളിലാണെങ്കിലും ശരി, ഗൾഫിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, ഇനി നിന്റെ വീട്ടിലെ നിന്റെ മാതാപിതാക്കളൊക്കെ കിടന്നുറങ്ങുമ്പോ നിന്റെ വീടിന്റെ കച്ചളങ്ങളിൽ നീ ഒറ്റയ്ക്കാണ്, വീടിന്റെ കഥകടച്ച് നീ ഒറ്റയ്ക്കുറങ്ങുകയാണെങ്കിലും നിന്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ട്, നിന്റെ റബ്ബ് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ചിന്തയുണ്ടാവണം. കല്യാണം കഴിഞ്ഞിട്ട് വരെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന കാലമാണിത്. കല്യാണം കഴിഞ്ഞിട്ട് വരെ സ്വന്തമായൊരു ഭർത്താവുണ്ടായി, സ്വന്തമായൊരു ഭാര്യയുണ്ടായി, എന്നിട്ട് അന്യ സ്ത്രീകളോട് അന്യ പുരുഷന്മാരോട് ചാറ്റ് ചെയ്യുന്ന സംസാരിക്കുന്ന കാലമാണിത്. ഇതൊന്നും വെറുതെ പറയുകയല്ല. പല ആളുകളും പലപ്പോഴായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് പറ്റി നമ്മുടെ സഹോദരിമാർക്ക്? എന്തേ ഇങ്ങനെ ഒരു ആഭാസം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്? കല്യാണം കഴിഞ്ഞ് നമ്മൾക്ക് സ്വന്തമായൊരു ഭർത്താവുണ്ടായാൽ ആ ഭർത്താവിനോട് കടപ്പെട്ടിട്ടല്ലയോ നമ്മൾ ജീവിക്കേണ്ടത്? കല്യാണം കഴിഞ്ഞ് സ്വന്തമായൊരു ഭാര്യയുണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ദീനിന്റെ 2/3 അയാൾ സംരക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അഥവാ 75% അയാൾ സംരക്ഷിച്ചു എന്നാ പറഞ്ഞത്. വിവാഹം കഴിക്കലോടുകൂടി ഒരാൾ ആത്മീയ ആചാര്യനായി ജീവിക്കേണ്ട സമയമായി. അയാളിൽ നിന്ന് തെറ്റുകൾ വരാൻ പാടില്ല, അയാളിൽ നിന്ന് ഹറാമായ നോട്ടങ്ങൾ വരാൻ പാടില്ല, അയാളിൽ നിന്ന് ലൈംഗികമായ ഹറാമുകൾ വരാൻ പാടില്ല, അവിഹിത ബന്ധങ്ങൾ വരാൻ പാടില്ല, ഫോൺ കോളുകൾ വരാൻ പാടില്ല, സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ചാറ്റിങ്ങുകൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? വിവാഹം കഴിഞ്ഞവർ സ്വന്തമായി ഭർത്താവുള്ള സ്ത്രീകൾ വരെ മെസ്സേജ് അയക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, മറ്റുള്ളവരുമായി സംസാരത്തിലും മറ്റുള്ള അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എപ്പോൾ? നമ്മുടെ യൗവനത്തിൽ, പ്രത്യേകിച്ച് 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഒരാളുടെ യൗവനം എന്ന് പറയുന്നത്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഒരാളുടെ യൗവനം എന്ന് പറയുന്നത്. ആ യൗവനം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. എന്റെ കൈകൾ കൊണ്ട്, എന്റെ കാലുകൾ കൊണ്ട്, എന്റെ കണ്ണുകൾ കൊണ്ട് ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ല, ഇനി ഞാൻ ചെയ്യൂല എന്ന് പറയാൻ കഴിയണം. അള്ളാഹുവിനെ പേടിക്കണേ മുഅ്മിനീങ്ങളെ. ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ടിക്ടോക്കിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഇൻസ്റ്റയെ കുറിച്ച്, മ്യൂസിക്കലിയെ കുറിച്ച്, ഫേസ്ബുക്കിനെ കുറിച്ച്, വാട്സ്ആപ്പ് സ്റ്റാറ്റസുകളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം നിസ്സാരമായാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാ മഅ്ശറൽ അൻസാർ, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, നിങ്ങൾക്ക് വലിയൊരു അപകടം വരാനിരിക്കുന്നുണ്ട്, വലിയൊരു അപകടം വരാനിരിക്കുന്നുണ്ട്. എന്താണ് ആ അപകടം? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമുദായത്തിൽ വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിച്ചാൽ, വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിച്ചാൽ, ഒരു സമുദായത്തിൽ അരുതായ്മകൾ സംഭവിച്ചാൽ, എന്തൊക്കെ? ഹറാമായ സംസാരങ്ങള്, പ്രണയങ്ങള്, പ്രേമങ്ങള്, കഞ്ചാവ് പോലെ, മയക്കുമരുന്ന് പോലെയുള്ള ലഹരിയുടെ ഉപയോഗങ്ങൾ, അതേപോലെ നാട്ടിലുള്ള ഫിത്നകൾ, ഫസാദ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, കൊലപാതകങ്ങൾ, ഇതുപോലെയുള്ള അരുതായ്മകൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാലം വന്നാൽ, അത് പ്രചരിക്കപ്പെടാൻ തുടങ്ങിയാൽ, ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്തു ഹത്താ അഅലനൂ ബിഹാ, എന്നിട്ട് തെറ്റ് ചെയ്ത് പരസ്യമാക്കുകയാണ്, തെറ്റുകൾ ചെയ്ത് പരസ്യമാക്കുകയാണ്. താൻ വളരെ രഹസ്യമായി ചെയ്ത തെറ്റുകൾ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയാണ്. ഈ രീതിയിൽ വളരെ രഹസ്യമായി, ആരും അറിയാതെ, അള്ളാഹു മാത്രം അറിഞ്ഞിരുന്ന തെറ്റുകൾ
തെറ്റുകൾ നമ്മുടെ ചങ്ങാതിമാരുമായി, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സുമായി, ക്ലാസ്മേറ്റുമായി, കുടുംബക്കാരുമായി, നാട്ടുകാരുമായി ഷെയർ ചെയ്ത് ചിന്മകളെ വളരെ രാഘവത്തോടെ കാണുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, മാരകമായ രോഗങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന്. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങള്, എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങള്. നിങ്ങൾ വിചാരിക്കരുത് എയ്ഡ്സ് നമ്മുടെ നാടുകളിൽ ഇല്ല എന്ന് വിചാരിക്കരുത്. ക്യാൻസർ പിന്നെ ഇല്ലാത്ത വീടുകളില്ല. ഷുഗർ പേഷ്യന്റ് പിന്നെ പറയേണ്ടതില്ല. പേര് പോലും പറയാത്ത, ചികിത്സകളില്ലാത്ത, മരുന്നുകളില്ലാത്ത ഭീമമായ മാരകമായ രോഗങ്ങൾ നിങ്ങളെ പിടിപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മരുന്നെടുത്താൽ സുഖം ലഭിക്കുമോ മുഅ്മിനീങ്ങളെ? സ്വതക്ക ചെയ്താൽ നമ്മൾക്ക് സുഖം ലഭിക്കുമോ മുഅ്മിനീങ്ങളെ? അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വഴിയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്? എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടായത്? അത് ഇല്ലാതിരിക്കാൻ എന്തു ചെയ്യണം? എന്തുകൊണ്ടാണ് ഇവിടെ എയ്ഡ്സ് പോലെയുള്ള, കിഡ്നി ഫെയിലർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്? മജ്ജയില്ലായ്മ, എല്ലിന്റെ ബലം നഷ്ടപ്പെടുന്നത്, നടക്കാൻ കഴിയാതെ വ്യത്യസ്തമായ രോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അതിന്റെ കാരണങ്ങളാണ് കണ്ടെത്തേണ്ടത്. കാരണം പറഞ്ഞു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിന്മകൾ വ്യാപകമായി എന്നാണ്. വളരെ നിസ്സാരമായി തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ സോഷ്യൽ മീഡിയകളിൽ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഔറത്ത് മറക്കാതെ മറച്ചുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ട്, സിനിമാറ്റിക് ഡയലോഗുകൾ അഭിനയിച്ചുകൊണ്ട്, സിനിമക്കാരുടെ അഭിനയങ്ങൾ അതേപോലെ ആക്ട് ചെയ്തുകൊണ്ട്, അതേപോലെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്, ടിക്ടോക്കിലൂടെ, ഇൻസ്റ്റയിലൂടെ നിരന്തരമായി വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. അവരുടെ ഔറത്തുകൾ ആയിരക്കണക്കിന് ആളുകൾ കാണുകയാണ്. പെണ്ണിന്റെ സൗന്ദര്യം മറച്ചു വെക്കേണ്ടതിന് പകരം മുസ്ലിം പെണ്ണ്, തട്ടമിട്ട പെണ്ണ് അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം ലോകത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാലത്ത് മരുന്നെടുത്താൽ ലോകത്തിന് ശമനം ലഭിക്കില്ല. ഇങ്ങനെയുള്ള ആഭാസങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. സഹോദരിമാരെ, ഞാൻ പറയുന്നത് നിന്റെ യൗവനം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ നിന്റെ വാർദ്ധക്യം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ്. യൗവനത്തിലാണ് നമ്മൾക്ക് രക്തത്തിളപ്പുണ്ടാകുന്നത്. അപ്പോഴാണ് വ്യഭിചരിക്കണമെന്ന് തോന്നുന്നത്. അപ്പോഴാണ് മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് തോന്നുന്നത്. അപ്പോഴാണ് ഗുണ്ടായിസം കാണിക്കണമെന്ന് തോന്നുന്നത്. അപ്പോഴാണ് വെല്ലുവിളിക്കണമെന്ന് തോന്നുന്നത്. പക്ഷേ നിന്റെ യൗവനം അസ്തമിക്കാനുണ്ട്. നിന്റെ സൗന്ദര്യം അസ്തമിക്കാനുണ്ട്. സൗന്ദര്യം ഉണ്ടാകുമ്പോഴല്ലേ നീ ജനങ്ങൾക്കിടയിൽ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അവരെ വശീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണെ, പിന്നെ നിന്നെ ആരാ നോക്കുന്നത്? ആർക്കാ നിന്നെ വേണ്ടത്? ആരാ നിന്നെ ശ്രദ്ധിക്കുന്നത്? ആ ഒരു 40 വയസ്സ് കഴിഞ്ഞുള്ള നിന്റെ ജീവിതം നീ ആലോചിക്കണം. അപ്പോൾ വിരൽ കടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ യൗവനം അള്ളാഹുവിന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് നേരെ മുന്നിൽ കണ്ടെത്താമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സൂക്ഷിക്കുക. എല്ലാറ്റിലും നമ്മുടെ നോട്ടം, നടത്തം, കൈകൾ, ചിന്ത, എല്ലാറ്റിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ടാകും. അള്ളാഹു നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ കാണാൻ കഴിയുന്നല്ല, അത്ഭുതകരമായി നമ്മെ സഹായിക്കുന്നത് കാണാൻ കഴിയും. അതിന്റെ ഉദാഹരണമാണ് മഹാനായ മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഖാദിമായ സഫീന റളിയല്ലാഹു അൻഹു അനുഭവപ്പെട്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. റകിബ്തുൽ ബഹറ, ഒരു കടലിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്നാണ് ശക്തമായ കൊടുങ്കാറ്റിലൂടെ എന്റെ കപ്പൽ തകർന്ന് തരിപ്പണമായത്. ആ കപ്പലിന്റെ ഒരു പലക പിടിച്ച് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. വെള്ളത്തിലൂടെ നീന്തി നീന്തി ഞാനൊരു ദ്വീപിലേക്കെത്തി. ദ്വീപിലേക്കെത്തി ഒന്ന് ആശ്വസിച്ചിരിക്കാൻ നോക്കുമ്പോ അതാ ഗർജിച്ചുകൊണ്ടൊരു സിംഹം എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ഫഅഖ്ബല ഇലയ്യ യുരീദുനി, എന്നെ കടിക്കാൻ വേണ്ടി, എന്നെ ആക്രമിക്കാൻ വേണ്ടി സിംഹം കടന്നു വരികയാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അന മൗലാ റസൂലില്ലാഹ്. സിംഹത്തിന്റെ മുഖം നോക്കി ഞാൻ പറഞ്ഞു, സിംഹമേ, ഞാൻ ആരാണെന്ന് നിനക്കറിഞ്ഞോ? ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖാദിമാണ്. കേൾക്കണം മുഅ്മിനീങ്ങളെ, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവരാണ് ഈമാനിന്റെ മാധുര്യം അറിഞ്ഞവർ. നമ്മൾ പതറിപ്പോകുന്ന സമയമാണത്, നമ്മൾ പേടിച്ചു പോകുന്ന സമയമാണത്, ഓടിപ്പോകുന്ന സമയമാണത്. ആ സമയത്ത് ഗർജിച്ചു കൊണ്ടിരിക്കുന്ന സിംഹത്തിന്റെ മുഖം
മുഖം നോക്കി, അന മൗലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ സഫീനയാണ് ഞാനെന്ന് ആ സിംഹത്തോട് പറയേണ്ട താമസം. സിംഹം അതിന്റെ തല ഇങ്ങനെ താഴ്ത്തി തന്നു. എന്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ടത് രണ്ട് മുട്ടും കാലിൽ കുത്തി എന്നോട് വിനയാന്വിതനായി മാപ്പ് ചോദിക്കുന്നത് പോലെ രണ്ട് മുട്ടും എന്റെ മുന്നിൽ കുത്തി വിനയാന്വിതനായി ആ സിംഹം നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ടോ സിംഹം എനിക്ക് പട്ടണത്തിലേക്കുള്ള വഴി കൂടി കാണിച്ചു തന്നു എന്ന് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വലിയൊരു പ്രതിസന്ധിയുടെ സമയമാണ്. ഗർജിച്ചുകൊണ്ടൊരു സിംഹം വരുമ്പോ ആ സിംഹത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മൾക്കില്ല. പക്ഷെ അല്ലാഹുവിനുണ്ട്. സിംഹത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മൾക്കില്ല, പക്ഷേ അള്ളാഹുവിനുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇവിടേക്ക് കടന്നു വന്നത്? നിനക്ക് സുഖങ്ങളുള്ള സമയങ്ങളിൽ, സൗകര്യങ്ങളുള്ള സമയങ്ങളിൽ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, നിനക്ക് സുഖവും സൗകര്യവുമുള്ള സമയങ്ങളിൽ നീ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കി ഖുർആൻ പറയുന്നത് പോലെ ജീവിച്ചാൽ നിനക്കെപ്പോഴെങ്കിലും പ്രതിസന്ധികൾ വന്നേക്കാം. നിന്റെ കച്ചവടങ്ങൾ തകർന്ന് തരിപ്പണമാവാനുള്ള സാധ്യതയുണ്ട്. നിന്റെ യാത്രയിൽ അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു മുന്നിലേക്ക് വന്ന് സഹായിക്കുമെന്നാണ് മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അതേ ഒരു ബോധത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു പോയവരാണ്. ഖുർആൻ ഓതുമ്പോൾ പേടിച്ച് കരഞ്ഞവരാണ്. ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ മരണപ്പെട്ടു പോയവരുണ്ടതിൽ. അതിൽപ്പെട്ട ഒരാളാണ് യാ അയ്യുഹല്ലദീന ആമനൂ قوا أنفسكم وأهليكم نارا وقودها الناس والحجارة. ഓ ജനങ്ങളെ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണേ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ, നാറാ, നരകത്തിലേക്ക് വീഴാതെ സൂക്ഷിക്കണേ, വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകമെന്ന് പറയുന്നത് അതിന്റെ വിറക് കൊള്ളികൾ കല്ലുകളും മരങ്ങളുമാണ്. മനുഷ്യരും കല്ലുകളും മരങ്ങളുമാണ് ആ നരകത്തിന്റെ വിറക് കൊള്ളികൾ. ആ നരകത്തിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ സൂക്ഷിക്കണേ എന്നർത്ഥമുള്ള സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്ത് അല്ലാഹു ഇറക്കി കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കൊടുത്തപ്പോൾ ഫഖറ ഫതൻ മഗ്ശിയൻ അലൈഹി, സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാണ്. വഅല പറയുന്ന എനിക്ക് മാറ്റമുണ്ടോ? വഅല കേൾക്കുന്ന നിങ്ങൾക്ക് മാറ്റമുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരം നീ സൂക്ഷിക്കണമെന്നർത്ഥമുള്ള ആയത്ത് കേട്ട് ഒരാൾ ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. അയാൾ പറയുന്നുണ്ട്, നബിയേ, എന്റെ ശരീരത്തെ എനിക്ക് സൂക്ഷിക്കാം, പക്ഷേ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാണ് ഉറപ്പ് പറയുക? എന്റെ ഭാര്യയെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എന്റെ മക്കളെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എന്റെ വിഷയം ഞാൻ ഉറപ്പു തരാമെന്ന് പറഞ്ഞിട്ടാണ് ബോധം കെട്ട് താഴെ വീണത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കൈകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ അയാളോട് പറഞ്ഞു, യാ ഫതാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചെറുപ്പക്കാരാ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഫബശറഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ സ്വർഗ്ഗത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ മരണപ്പെട്ടു പോയ വ്യക്തിയാണിത്. അതേപോലെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ് ആമന റസൂൽ കൊണ്ട് തുടങ്ങുന്ന ആയത്ത്. അതിലൊരു ആയത്തുണ്ട്, വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്,
ഇതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ആയത്താണിത്. ആരാണിത് ദിവസവും ഓതാത്തവർ ആരാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ അത് നിങ്ങൾ പരസ്യമാക്കിയാലും ശരി രഹസ്യമാക്കിയാലും ശരി അല്ലാഹു അതിന്റെ പേരിൽ നാളെ വിചാരണ ചെയ്യുമെന്നും അർത്ഥമുള്ള ആയത്ത്. ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. അല്ലാഹു ഇഷ്ടമുള്ള ആളുകളെ ശിക്ഷിക്കുകയും അല്ലാഹു ചില ആളുകളെ വെറുതെ വിടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്റെ സഹോദര? എന്താണ് അല്ലാഹു പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ, എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ് കടന്നു വരുന്നത്? ആ ചിന്തകളുടെ പേരിൽ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നാളെ രക്ഷപ്പെടുമോ? രക്ഷപ്പെടോ? എവിടെ ഇല്ലേ? നാളെ ആരെങ്കിലും രക്ഷപ്പെടോ? സയ്യിദവർകൾ നമ്മുടെ കെ ടി ഉസ്താദ് അവർകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇവിടെ വരും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വിഷയം ഞാൻ ചോദിക്കാണ്. പിന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വിഷയങ്ങളുടെ പേരിൽ അള്ളാഹു നാളെ നമ്മെ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടും? നമ്മുടെ അമലുകൾ കുഴപ്പമില്ല, നമ്മൾ അമലുകൾ മാക്സിമം കഴിവിന്റെ പരമാവധി നല്ലതൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അപ്പൊ എന്റെ ഹൃദയം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ എനിക്കിവിടെ വേദ പറയാൻ കഴിയില്ല, നിങ്ങൾ എന്നെ വിളിക്കൂല. നിങ്ങളുടെ ഹൃദയം എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ എന്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കൂല. കാരണം നിങ്ങളുടെ മനസ്സിലുള്ളത് വാദ നടക്കുന്ന സമയത്ത് ഞാൻ പറയും. കുപ്പിക്കാക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യും, അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്നുള്ള ആയത്ത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയാതെ ഓതിയിട്ടേ ഇല്ല എന്ന് മഹാനായ നാഫി' എന്നവർ പറയുന്നുണ്ട്. മാ ഖറഅ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹാതൈനിൽ ആയതൈനി ഖത്തു മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഇല്ലാ ബകാ. കരയാതെ ഒരു തവണ പോലും റസൂൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ദിവസവും നമ്മൾ ഹദ്ദാദിലൂടെ ഇത് ഓതാറുണ്ട്. ചില ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഓതാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും ഓതുന്ന നമ്മൾക്ക് ഒരു തവണയെങ്കിലും ഇതിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹു നാളെ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ ചോദ്യം ചെയ്താൽ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ചിന്ത നമ്മളെ വല്ലപ്പോഴും അലട്ടിയിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖൽതു ഹായിതൻ, ഞാനൊരു പൂന്തോട്ടത്തിലേക്ക് കയറി. ഫസമിഅതു ഉമർ റളിയല്ലാഹു അൻഹു, അവിടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. വബൈനി വബൈനഹു ജിദാറുൻ, എന്റെയും ഉമർ തങ്ങളുടെയും ഇടയിൽ ഒരു ചുമരുണ്ട്. മഹാനായ ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ബഖിൻ ബഖിൻ ലതത്തഖീന അല്ലാഹ ഇബ്നുൽ ഖത്താബ് ഔ ലയുഅദ്ദിബന്നക, നീ അല്ലാഹുവിനെ അനുസരിച്ചോളണം ഉമറേ. ഉമർ തങ്ങൾ സ്വന്തം ശരീരത്തോട് പറയുകയാണ്, എവിടെ ഒറ്റയ്ക്കൊരു തോട്ടത്തിൽ നിന്നിട്ട് സ്വന്തം ശരീരത്തോട് പറയുകയാണ്, ഉമറേ നീ അല്ലാഹുവിനെ പേടിച്ചോളണം, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊള്ളണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ രീതിയിലൊക്കെ സ്വന്തം ശരീരത്തെ ശിക്ഷിച്ചുകൊണ്ട്, സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ വഴിപ്പെടുത്താൻ വേണ്ടി മഹാന്മാരായ സ്വഹാബാക്കൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മൾക്കൊന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ സമയം കിട്ടാറുണ്ടോ മുഅ്മിനീങ്ങളെ? ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് ഒരു ഖത്മെങ്കിലും നമ്മൾ ഓതാറുണ്ടോ? ഓതിയിട്ടുണ്ടോ? റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരാൻ 4 മാസമാണുള്ളത്. ഒരു ഖത്മെങ്കിലും നമ്മൾ ഓതിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നില്ല, കൈപൊക്കിയാൽ എനിക്ക് തന്നെ മോശമാണ്. നിങ്ങൾ വെറുതെ കൈപൊക്കിയിട്ട് ആരുണ്ടാവില്ല, 1-2 ആളുകൾ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് മോശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ, എന്നാലും ഉണ്ടെങ്കിലും ഒന്ന് പൊക്കി ആരെങ്കിലും ഒരു ഖത്തെങ്കിലും ഓതിത്തത്ത്. കുട്ടികളൊന്നും പൊക്കല്ലേ. അല്ലാഹു ഖുർആൻ ഇറക്കിയത് 5-6 ആളുകൾക്ക് വേണ്ടി മാത്രമാണോ? 5-6 ആളുകൾക്കാണോ അല്ലാഹു ഖുർആൻ ഇറക്കിയത്? എന്തിനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്? ദിവസവും പാരായണം ചെയ്യാനല്ലയോ? ദിവസവും ഒരു ജുസ്എങ്കിലും പാരായണം ചെയ്യേണ്ട മുഅ്മിനീങ്ങളെ, ഒരു മാസത്തിൽ ഒരു ഖത്മെങ്കിലും നമ്മൾ തീർക്കേണ്ടേ? സമയമില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ്
സമയമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമ്മൾക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ? ആർക്കാണ് ഇവിടെ സമയമില്ലാത്തത്? വാട്സപ്പിൽ കളിച്ചിരിക്കാൻ സമയമില്ലേ? ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് സൊറ പറയാൻ സമയമില്ലേ? ക്ലബിലിരുന്നിട്ട് ക്യാരംസ് കളിക്കാൻ നമ്മൾക്ക് സമയമില്ലയോ? ഒരു സമയമില്ലാതെ ഹോട്ടലിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, 1 മണിക്കൂറും 2 മണിക്കൂറും വെറുതെ അങ്ങ് സംസാരിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കുകയാണ്. പല കഫേകളും പോയി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ രാത്രി ഉറങ്ങാറില്ല. 10 മണിക്ക് പോയാൽ 1 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്തിനാ പോയത്? ഏതെങ്കിലും ഒരു കഫേകളിൽ പോയി ഒരൊറ്റൊരു ജ്യൂസാണ് അവർ കഴിച്ചത്. 3 മണിക്കൂർ നേരമാണ് ചെലവഴിച്ചത്. അതിൽ നിന്നൊരര മണിക്കൂർ എന്റെ റബ്ബിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ പ്രയാസമുള്ള സമയത്ത് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമായിരുന്നു. മുഅ്മിനീങ്ങളെ, വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നിങ്ങൾ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെയും ശത്രുവിന്റെയും ഇടയിൽ അല്ലാഹു ഒരു മറയിടുമായിരുന്നു. ശത്രുക്കൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ, അസൂയാലുക്കൾക്ക് അസൂയ വെച്ചാൽ നിങ്ങളെ ഏൽക്കാതിരിക്കാത്ത രീതിയിൽ, സിഹ്ർ ചെയ്താൽ സിഹ്ർ ചെയ്യുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ പേരിന്റെ പേരിൽ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ സിഹ്ർ ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം സിഹ്റുകൾ ഏൽക്കാതിരിക്കാൻ ഒരു ആയുധമായി നമ്മൾ കണ്ടെത്തേണ്ടത് പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സിഹ്ർ ചെയ്യുന്ന ആളുകൾ അത് തടക്കാൻ നമ്മൾക്ക് വേണ്ടത് ഖുർആനാണ്. കണ്ണേറ് തട്ടാതിരിക്കാനും നമ്മൾക്ക് വേണ്ടത് ഖുർആനാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. فإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. അല്ലാഹു നിങ്ങൾക്ക് കാണാത്ത ഒരു അദൃശ്യമായ മറ അല്ലാഹു ഇട്ടുതരുമെന്നാണ്, ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു ഇട്ടുതരുമെന്നാണ്. അതേപോലെ മഹാനായ വക്കീ എന്നവർ പറയുന്നുണ്ട്, കാനൽ ഹസൻ വ അലി ഇബ്ന സ്വാലിഹ്. സ്വാലിഹ് എന്നവരുടെ 2 മക്കളായിരുന്നു, ഹസൻ എന്നവരും അലി എന്നവരും. അദ്ദേഹത്തിന്റെ ഉമ്മയും ഉണ്ട്. അങ്ങനെ 3 ആളുകൾ കൂടി രാത്രിയെ അവർ 3 ആളുകൾ കൂടി 3 ഭാഗമാക്കുമായിരുന്നു. രാത്രിയെ 3 ആളുകൾ കൂടി 3 ഭാഗമാക്കുമായിരുന്നു. യഖ്തിമൂന ഫീഹിൽ ഖുർആന ഫീ ബൈതിഹിം കുല്ല ലൈല. അങ്ങനെ എല്ലാ രാത്രിയിലും പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം തീർക്കുമായിരുന്നു. കേൾക്കണേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരായി ഞങ്ങൾ നിങ്ങളെ കാണുകയാണ്. ഞങ്ങൾക്കൊരു ഹീറോയിനായി നിങ്ങളെ കാണണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, അല്ലാഹു നമ്മൾക്ക് ഭാര്യമാരെ തന്നത് കുപ്പായം അലക്കി തരാനല്ല, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കി തരാനല്ല, വീടടിച്ചു വാരാനല്ല. ഒരു രക്ഷിതാവും ഒരു ഭർത്താവും വസ്ത്രം അലക്കി തരാത്തതിന്റെ പേരിൽ ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല. ചായക്ക് പഞ്ചസാര തികയാത്തതിന്റെ പേരിൽ ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല. വസ്ത്രം അലക്കാത്തതിന്റെ പേരിലോ വീടടിച്ചു വാരാത്തതിന്റെ പേരിലോ ഒരു ഭർത്താവിനും ഭാര്യയോട് ദേഷ്യപ്പെടാൻ അവകാശമില്ല. പിന്നെ എന്തിന്റെ വിഷയത്തിലാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരോട് പിണങ്ങേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ, ഖുർആൻ ഓതാതെ കിടന്നുറങ്ങുന്ന ഭാര്യ, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഭാര്യ, ദുഹാ നിസ്കാരമില്ലാത്ത ഭാര്യ, സുന്നത്ത് നിസ്കാരങ്ങളില്ലാത്ത ഭാര്യ, അല്ലാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത ഭാര്യ, ഇത്തരം ഭാര്യമാരോടാണ് നമ്മൾ പിണങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ന്യൂജൻ പെണ്ണുങ്ങളോട്, ന്യൂജൻ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇനി വരാനിരിക്കുന്ന തലമുറ ഇതിനേക്കാളും വലിയ അപകടം പിടിച്ച രീതിയിലേക്കാണ് പോവാനിരിക്കുന്നത്. കാരണം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഓതുന്ന ഉമ്മമാരെ കണ്ടിട്ടാണ് ഈ ഒരു തലമുറയൊക്കെ വളർന്നു വന്നത്. രാവിലെ എണീറ്റാൽ ഖുർആൻ ഓതുന്നവർ, തസ്ബീഹ് മാല പിടിച്ച് തസ്ബീഹ് ചൊല്ലിയിരുന്നവർ, കൃത്യമായി നിസ്കരിച്ചിരുന്നവർ, സ്വലാത്ത് ചൊല്ലിയിരുന്നവർ, മൗലീദ് ഓതിയിരുന്നവർ, ഇതുപോലെയുള്ള ഉമ്മമാരെ കണ്ടിട്ടാണ് ഭൂരിഭാഗം ഇന്നത്തെ ഒരു 30 വയസ്സിന്റെ മുകളിലുള്ള മക്കളൊക്കെ വളർന്നിരുന്നത്. എന്നാൽ ഇന്ന് വരാനിരിക്കുന്ന ഉമ്മമാർ, ഇന്നത്തെ ന്യൂജൻ ഭാര്യമാരിൽ നിന്ന് മക്കൾ കാണുന്നത് മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്ന ഉമ്മയെയാണ്. ഖുർആൻ ഓതുന്ന ഉമ്മയെ കാണാറില്ല, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയെ കാണാറില്ല, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ഉമ്മയെ കാണാറില്ല. ഇനി ഇതിഹാസങ്ങൾക്ക് ജന്മം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകം കണ്ട പ്രഗത്ഭരായ മഹാന്മാർക്ക് ജന്മം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളാണ്
മാറേണ്ടത്. നിങ്ങൾ മാറിയാലേ ലോകം ഇവിടെ മാറുള്ളൂ. നിങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ മൊബൈൽ ഫോണുകളൊന്ന് മാറ്റിവെച്ച് പരിശുദ്ധമായ ഖുർആനിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് ആത്മീയമായ ചിട്ടയോടെ, ദീനീ ചിട്ടയോടെ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹദിയായ ഉമ്മയും അതേപോലെ 2 മക്കളും കൂടി രാത്രിയിൽ ഒരു ഖത്തം തീർക്കാറുണ്ടായിരുന്നു. എങ്ങനെ? രാത്രിയെ 3 ഭാഗമാക്കുമായിരുന്നു. ആദ്യത്തെ ഒരു ഭാഗം ഉമ്മ ഓതുമായിരുന്നു 10 ജുസ്. ഉമ്മയുടെ 10 ജുസ് കഴിഞ്ഞാൽ അലി എന്നവരോകും 10 ജുസ്, അങ്ങനെ 20 ജുസ് ആയി. 20 ജുസ് കഴിഞ്ഞാൽ പിന്നെ ഹസൻ എന്നവരോതും 10 ജുസ്. അങ്ങനെ ഒരു ഖത്തം ഒരു ദിവസം ഒരു രാത്രിയിൽ അവർ ഓതാറുണ്ടായിരുന്നു. ഫമാതതു ഉമ്മുഹുമാ, ഉമ്മയ്ക്ക് പ്രായമായപ്പോൾ ഉമ്മ മരിച്ചുപോയപ്പോൾ അവർ രാത്രിയെ 2 ഭാഗമാക്കി മാറ്റി. ഇതുവരെ 3 ഭാഗമായിരുന്നു. ഉമ്മ മരണപ്പെട്ടപ്പോൾ രാത്രിയെ 2 ഭാഗമാക്കി. എന്നിട്ട് അലി എന്നവർ 15 ജുസ്, ഹസൻ എന്നവർ 15 ജുസ്. അങ്ങനെ രാത്രിയിൽ ഒരു ഖത്തം 2 പേര് കൂടി ഓതി തീർക്കാൻ തുടങ്ങി. പിന്നെയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അലി എന്നവരും മരിച്ചുപോയി. ഒരൊറ്റ ഒരു മകനെ ബാക്കിയുള്ളൂ. ആ ഹസൻ ഉമ്മയ്ക്ക് പകരം, തന്റെ ജ്യേഷ്ഠന് പകരം ഒരു ഖത്തം ഒറ്റയ്ക്ക് ഓതി തീർക്കാറുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഉമ്മ മരിച്ചുപോയി, ഇനി എന്റെ 10 കൂടി ഞാൻ ഒഴിവാക്കാം, ഒരു ഖത്തം ഓതാൻ കഴിയില്ല. എന്നാൽ ഇവരങ്ങനെയല്ല ചെയ്തത്. ഉമ്മ മരണപ്പെട്ടപ്പോൾ 2 പേര് 15 മകനും മരണപ്പെട്ടു പോയി. ഒരാൾ മാത്രമാണ് ബാക്കിയായത്. ആ സമയത്ത് മഹാനായ ഹസൻ എന്നവർ ഒരൊറ്റൊരു രാത്രിയിൽ ഒരു ഖത്തം ഓതി തീർത്തിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഒരു ദിവസം ഒരു ഖത്തം ഓതാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതാൻ നിങ്ങൾ തയ്യാറാകുമോ? നിയത്ത് ഉസ്താദിന്റെ നാമധേയം കൊണ്ട് അനുഗ്രഹീതമായി മഹത്തായ സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതാൻ നിങ്ങൾ തയ്യാറാകുമോ? ഖുർആൻ ഓതാതെ, ഖുർആനിലേക്ക് മടങ്ങാതെ ഇനി നമ്മൾക്ക് വിജയമില്ല, ഇനി നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വിജയികളാണ്. ആ 2 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ നിങ്ങൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തറക്തു ഫീകും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് 2 കാര്യം? കിതാബുല്ലാഹ്, ഒന്ന് ഖുർആനാണ് മുഅ്മിനീങ്ങളെ. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ്. അതിൽ ഖുർആനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരു ശത്രുവിനും നിങ്ങളെ തൊടാൻ കഴിയില്ല, ഒരു ശത്രുവിനും നിങ്ങൾ ആക്രമിക്കാൻ കഴിയില്ല. നിങ്ങളോട് ബഹുമാനമുണ്ടാകും, നിങ്ങളോടൊരു പേടിയുണ്ടാകും. ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കിയാൽ, ഇതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ ശത്രു നിങ്ങളിലേക്ക് കയറി ഇറങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇറങ്ങിയിട്ടില്ലേ? ഇവിടെ കൈപൊക്കിയത് 4 or 5 ആളുകളാണ്. എന്താ ഞാൻ ചോദിച്ചത്? റമദാനിന് ശേഷം ഒരു ഖത്തം, റമദാൻ കഴിഞ്ഞ് 8 മാസമായി, റമദാൻ കഴിഞ്ഞ് 8 മാസമായി ഒരു ഖത്തം പോലും മുസ്ലിം ഉമ്മത്ത് ഓതി തീർത്തില്ലെങ്കിൽ, ശത്രുക്കൾ നമ്മളിലേക്ക് നിരങ്ങി ഇറങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഖുർആൻ ഓതുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ മുഅ്മിനീങ്ങളായി ജീവിക്കുന്നത്? ഈ തലപ്പാവിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ തൊപ്പികൾക്ക്, ഈ വേഷവിധാനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അള്ളാഹു നമ്മൾക്ക് ഇറക്കി തന്ന വലിയ ഒരു നിധിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഒരൽപ്പം ബോധവാന്മാരായി പരിശുദ്ധമായ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറിയില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ അപകടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. വഖാലർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു പോയല്ലോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഖുർആനിനെ അവഗണിച്ചു കളയരുതേ. ഒരു ഖത്തം ഓതി തീർക്കാത്തവർ, ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്തവർ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരിൽ പെടുമെന്ന് മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു ജുസ്, 30 ദിവസം കൊണ്ടൊരു ഖത്തം അത് ഓതി തീർത്തില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരിൽ പെട്ടുപോകുമെന്നാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇനിയെങ്കിലും ഒരൽപ്പം ബോധവാന്മാരാകണം. ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് ഖുർആനിന്റെ ആളുകളായിരുന്നു, അവർക്ക് ദിക്റിന്റെ ആളുകളായിരുന്നു. അല്ലാഹു അതുകൊണ്ട് അവർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നൽകുകയുണ്ടായി. മഹാനായ
അബൂ ഹാത്തിം മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയുന്നുണ്ട്, അന്ന മാലികനിൽ അസ്ജഇ എന്ന് പറയുന്നവർ ജാഅ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്റെ മകനെ ബന്ദിയാക്കി ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്, എന്റെ മകനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹ്, ചെവി തുറന്ന് കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ സഹായം എങ്ങനെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? പാന്റും ഷർട്ടും ടീഷർട്ടും ഇട്ട് നടന്നാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കില്ല. അള്ളാഹുവിന്റെ കൂടെ നിന്നാലേ അള്ളാഹു നമ്മെ തിരിച്ചു സഹായിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അർസല ഇലൈഹി അൻ അർസിൽ ഇലൈഹി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമുറുക അൻ തുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു പിതാവ് കാണാനില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. നബിയേ, എന്റെ മകനെ ശത്രുക്കൾ പിടിച്ചു പോയിരിക്കുകയാണ്, എന്റെ മകനെ ശത്രു വിടണം നിങ്ങളുടെ മകനിലേക്ക്. എന്നിട്ട് മകനോട് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറയണം. വല്ലാത്ത ദിക്റാണിത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. വല്ലാത്ത ദിക്റാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ്, ശാരീരികമായ കരുത്ത് ലഭിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവേ, ശക്തി നൽകുന്നത് നീയാണ്, സമ്പത്ത് നൽകുന്നത് നീയാണ്. നീ അല്ലാതെ ഒരാൾക്കും സമ്പത്തോ ശക്തിയോ നൽകാൻ കഴിയില്ല എന്നർത്ഥമുള്ള ദിക്റാണത്. ഈ ദിക്ർ നിരന്തരമായി വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സുബഹിയുടെ സമയമായപ്പോൾ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിൽ മുട്ടുന്നത് കേൾക്കാനിടയായി. ആരാണെന്ന് ചോദിച്ചു. അത് ഔഫാണ്, മകനാണ്, ബന്ദിയാക്കപ്പെട്ട മകനാണ്. എങ്ങനെ നീ ഇവിടെ എത്തി? അപ്പോഴാണ് ഈ മകൻ പറയുന്നത്, കേൾക്കണം, മകൻ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ എഴുത്ത് കിട്ടിയ ശേഷം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ഞാൻ നിരന്തരമായി ചൊല്ലാൻ തുടങ്ങി. ഒരു ദിവസം എന്റെ ചങ്ങലകൾ, എന്റെ കാലുകളിൽ ശക്തമായി ബന്ധിച്ചിരുന്ന ചങ്ങലക്കെട്ടുകൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റാണിത്. ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ കാലിന്റെ ചങ്ങല അഴിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഉടനെ തന്നെ ഞാൻ വേഗം ഒരു ഒട്ടകത്തിന്റെ മുകളിൽ കയറി. ശത്രുക്കളുടെ ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒട്ടകങ്ങളെയും കൂട്ടി ഞാനിതാ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പിതാവ് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ഒട്ടകങ്ങളാണ് വീടിന്റെ മുമ്പിലുള്ളത്. അപ്പോഴാണ് പിതാവ് പറഞ്ഞത്, നീ വീട്ടിലേക്ക് കയറരുത്, ഞാൻ എന്റെ ഹബീബിനോട് ചോദിച്ചോട്ടെ ഈ ഒട്ടകം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ന ബിഹാ മാ അഹബബ്ത, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോ, അത് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയത്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتق الله കേൾക്കണേ, അല്ലാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ഒരാൾ ജീവിച്ചാൽ, മുത്തഖിയായി ഒരാൾ ജീവിച്ചാൽ, യജഅൽ ലഹു മഖ്റജാ, അല്ലാഹു അയാൾക്ക് പ്രശ്നങ്ങളിൽ പരിഹാരം നൽകുമെന്നാണ്. എന്ത് പ്രയാസം വന്നാലും മറ്റൊരാളുടെ സഹായം ചോദിക്കാതെ അല്ലാഹു വരെ സഹായിക്കുമെന്നാണ്. യഥാർത്ഥ മുത്തഖിയായി ജീവിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു വഴിയിൽ അല്ലാഹു പരിഹരിക്കുമെന്നാണ്. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ. ഇവിടെ സുഭിക്ഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്, ബാധ്യതകളില്ലാതെ, കടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ജീവിച്ചു പോകണം, അന്തസ്സോടെ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കേണ്ടത്. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ. അത്തരം ആളുകൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അല്ലാഹു പരിഹാരം കാണിച്ചു കൊടുക്കുമെന്നാണ്. അത് മാത്രമല്ല, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഒരാൾക്ക് പോലും അറിയാത്ത വഴിയിലൂടെ അത്ഭുതകരമായ ഭക്ഷണം അല്ലാഹു നൽകുമെന്നാണ്. വമൻ യതവക്കൽ അലല്ലാഹി
ഫഹുവ ഹസ്ബു. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചാൽ അല്ലാഹു അയാളെ ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ ഏറ്റെടുത്താൽ പിന്നെ ഒരാൾക്കും നമ്മെ തൊടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് വേണം. അതുകൊണ്ട് രാവിലെ ആയാൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്ത് സ്ഥിരം ഓതുന്ന ആളൊന്നു കേൾപ്പൊക്കെ. ഈ ആയത്ത് സ്ഥിരം ഓതുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ ആയത്ത് കാണാതെ പഠിച്ച് സ്ഥിരമായി നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഓതണം. ഇതൊരു മൗലിദാണ്. ആദ്യമുള്ളതൊരു മൗലിദാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇതൊരു പ്രൊട്ടക്ഷനാണ്, ഇതൊരു സംരക്ഷണം. കണ്ണേറിൽ നിന്ന്, സിഹറിൽ നിന്ന്, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണിത്. അതുകൊണ്ട് ഈ ആയത്ത് നിരന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വലിയ കടമുള്ള ഒരാൾക്ക് നബിത്തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ഒരു ദിക്റുണ്ട്. ഒന്നെല്ലാവരും എണീറ്റ് നിന്ന്, എല്ലാവരും എണീറ്റ് നിൽക്കുക. നമ്മുടെ കണ്ണിയത്ത് അക്കാഡമിയുടെ വിദ്യാർത്ഥികളല്ലാത്ത എല്ലാവരും ആ കസേര കയ്യിൽ പിടിച്ചൊന്ന് അടുത്ത് വരും. ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് അടുത്തിരിക്കടുത്ത് ബാക്കിന്നൊക്കെ അടുത്ത് നിൽക്കും. കുട്ടികൾ അവിടെ ഇരുന്നോളൂ, ബാക്കിയുള്ളൊന്ന് അടുത്ത് വിടാം. അടുത്തൊന്നും കസേര കയ്യിൽ പിടിച്ചു. എല്ലാവരും അടുത്തിങ്ങനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കസേരയൊക്കെ അങ്ങോട്ട് വെച്ചു. കുട്ടികൾ വേണ്ട, കുട്ടികൾ അവിടെ ഇരുന്നോളൂ. ബാക്കിന്നൊക്കെ ആളുകളൊന്നും ഇങ്ങനെ കസേര എടുത്തിട്ട് മുമ്പിലേക്ക് പോവാം. നിങ്ങൾ കുറേ ദൂരത്താണ്, നിങ്ങളൊന്നും മുഖം കാണാൻ കഴിയുന്നില്ല. കുട്ടികളൊന്നും കാണുന്നതാണ്. അവിടെ വന്നാൽ നിങ്ങളടുത്ത് മാക്സിമം അടുപ്പിച്ചിരിക്കും എല്ലാവരും. ആ ബാക്കിലുള്ള ആളുകൾക്ക് എങ്ങോട്ട് പോകാം. എന്തിപ്പോൾ നിങ്ങൾ എത്ര പേടിക്കുന്ന അവിടെ മുമ്പിലേക്ക് വരാൻ? മുമ്പിലേക്ക് വരാൻ പേടിക്കണ്ടല്ലോ. മുമ്പിലേക്ക് ആവേശത്തോടെ വരണ്ട. അടിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അവിടെ വേല മാത്രമല്ലേ ഉള്ളൂ. എന്താണ് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ. വേല നിർത്താൻ പോകണം. ഇനി വേലൊന്നുമില്ല. ഇനി വേല നിർത്താൻ ദ്വായിലേക്ക് കടക്കാൻ പോകണം. അതിന് 2-3 വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടി പറഞ്ഞു ഞാൻ ഇവിടെ വേല ഉപസംഹരിക്കും. അടുത്ത് വന്നിരുന്ന് നമുക്കൊന്ന് മുഖമൊക്കെ കണ്ട് എന്നിട്ട് നമുക്ക് അവസാനം ഒരു ദ്വായൊക്കെ ചെയ്തിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കസേരയൊക്കെ ഇങ്ങോട്ട് വെച്ചോടുന്നു, അവിടെയൊക്കെ വെച്ചോടുത്തോളൂ. ബോക്സിന് മുമ്പിലൊന്നും വെച്ചേക്കല്ല, ചെവിയൊക്കെ പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ അടുത്ത് കഴിവിന്റെ പരമാവധി അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കാൻ. ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം, ഒരു ദിവസം നബി തങ്ങൾ പള്ളിയിൽ കയറി. ഫഇദാ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ, അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ. യുഖാലു ലഹു അബൂ ഉമാമ, അദ്ദേഹത്തിന്റെ പേര് അബൂ ഉമാമ എന്നാണ്. അദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നത് നബി തങ്ങൾ കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, യാ അബാ ഉമാമ, അബാ ഉമാമ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാഹ്, നിസ്കാരത്തിന്റെ സമയത്തിനല്ലാതെ നിങ്ങൾ എന്തേ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നത്? നിസ്കാരത്തിന്റെ സമയമൊന്നല്ലല്ലോ, പിന്നെ നിങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചു. പള്ളിയിലിരിക്കുന്നതും കുറച്ച് സൂക്ഷിക്കണം. നിസ്കാരത്തിന്റെ സമയത്തല്ലാത്ത സമയത്തെ ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റുന്ന ടീമൊക്കെ ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ സമയത്ത് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹാനായ അബൂ ഉമാമ എന്നവർ പറഞ്ഞത്, ഹുമൂമുൻ ലസിമത്നി വദുയൂനു യാ റസൂലല്ലാഹ്, നബിയെ എന്നെ പിടിപ്പെട്ട കടമാണ്, എന്നെ പിടിപ്പെട്ട ടെൻഷനാണ് ഞാനിങ്ങനെ പള്ളിയിലിരിക്കാൻ കാരണം. അപ്പോൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ പള്ളിയിലിരിക്കും, പൈസ കൂടുമ്പോൾ പള്ളി മുറക്കും. നമ്മളൊക്കെ സ്വഭാവമാണത് അല്ലേ? സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് തിരക്ക് കൂടും, പിന്നെ പള്ളി ഉണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല, ഹദ്ദാദൊന്നും ഉണ്ടാവില്ല. സത്യത്തിൽ അവരാണ് ഒരുപാട് സമയം പള്ളിയിലിരിക്കേണ്ടത്. അവർക്ക് അല്ലാഹു നിഅമത്ത് നൽകിയതിനനുസരിച്ച് അവർ ശുക്ർ ചെയ്യണമായിരുന്നു. ശുക്ർ ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ സമ്പത്ത് മരണം വരെ നിലനിൽക്കുമായിരുന്നു. ഇദ്ദേഹം പറയുകയാണ്, നബിയെ എനിക്ക് പിടിപ്പെട്ട കടവും എന്റെ ടെൻഷനുമാണ് പള്ളിയിൽ ഞാൻ ഇരിക്കാൻ കാരണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖളാ അൻക ദൈനക, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ, നീ അത് നിരന്തരമായി ചെയ്താൽ അല്ലാഹു നിന്റെ ടെൻഷൻ മാറ്റിത്തരും, അല്ലാഹു നിന്റെ കടങ്ങളും തീർത്തു തരും. അങ്ങനെയുള്ള ഒരു ദിക്ർ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അബൂ ഉമാമ?
മഹാനായ അബൂ ഉമാമ എന്നവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറയൂ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, വൈകുന്നേരവും രാത്രിയിലും അബൂ ഉമാമ നീ പറയണേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രിർ റിജാൽ. ഒന്നുറക്കെ ചൊല്ലണം എൻ്റെ കൂടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രിർ റിജാൽ. ടെൻഷനും പ്രയാസവും കടബാധ്യതകളും കൊണ്ട് ജീവിക്കാൻ കഴിയാതെ പള്ളിയിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന അബൂ ഉമാമയോടാണ് നബിച്ചങ്ങൾ പറയുന്നത്, നിന്റെ കടങ്ങളും നിന്റെ പ്രയാസങ്ങളും എല്ലാം വീട്ടിത്തരാൻ ഈ ഒരൊറ്റൊരു ദിക്ർ മതി. നിന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ കടങ്ങളും വളരെ എളുപ്പത്തിൽ വീട്ടിത്തരാൻ ഈ ഒരു ദിക്ർ മതി. രാവിലെ ആയാൽ നീ ഇതൊരു തവണ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ, അല്ലാഹുവേ എൻ്റെ ദുഃഖത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, മടിയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രിർ റിജാൽ, കടങ്ങളിൽ നിന്ന് ആളുകൾ എന്നിൽ അധികാരം ചെലുത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് എന്നുള്ള ദിക്ർ നിരന്തരമായി ചൊല്ലിക്കോ. രാവിലെ ഒരു തവണ, രാത്രി ഒരു തവണ. മഹാനായ അബൂ ഉമാമ എന്നവർ ഇത് ചൊല്ലാൻ തുടങ്ങി. ഫഅദ്ഹബല്ലാഹു തആല ഹമ്മി വഗമ്മി വഖളാ അന്നി അദ്ദൈൻ, എൻ്റെ വിഷമങ്ങൾ മാറ്റി, എൻ്റെ പ്രയാസങ്ങൾ മാറ്റി, എൻ്റെ കടങ്ങളും അല്ലാഹു തീർത്തു തന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോടൊക്കെ പറയാനുള്ളത്, കഴിവിന്റെ പരമാവധി ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും ചൊല്ലണേ. അത് എങ്ങനെ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല, അർത്ഥം മനസ്സിലാക്കി ചെല്ലണം. ഇതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി അർത്ഥം മനസ്സിലാക്കി ഒന്ന് മനസ്സിരുത്തി ചെല്ലണം. അല്ലാഹു മാറ്റങ്ങൾ കൊണ്ടുവരും. അതേപോലൊരു ദുആ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരികയുണ്ടായി. യാ അബൂ ദർദാ ഖദ് ഇഹ്തറഖ ബൈതുക, നിങ്ങളുടെ വീട് കത്തിപ്പോയിരിക്കുകയാണ് അബൂ ദർദായെ, നിങ്ങളുടെ വീട് കത്തി അമർന്നിരിക്കുകയാണ്. മഹാനായ അബൂ ദർദാ തങ്ങൾ പറഞ്ഞു, ഇല്ല, എന്റെ വീട് കത്തി അമർന്നിട്ടില്ല. ആളുകൾ വന്നിട്ട് പറയുന്നു കത്തി, അബൂ ദർദാ തങ്ങൾ പറയുന്നു ഇല്ല. ആളുകൾ വന്നിട്ട് പറയാൻ നിങ്ങളുടെ വീട് കത്തിയെന്ന്. അബൂ ദർദാ തങ്ങൾ അവിടെ വീട്ടിലില്ല, പുറത്താണുള്ളത്. എന്റെ വീട് കത്തൂല, എന്റെ വീട് കത്തൂല എന്നാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തുകൊണ്ട്? വലം യകുനില്ലാഹു അസ്സ വജല്ല ലിയഫ്അല ദാലിക, അല്ലാഹുവിന്റെ വീട് കത്തിക്കൂല. കാരണം ബികലിമാത്തിൻ സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ദിക്ർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ദിക്ർ? ഒരാൾ മൻ ഖാലഹാ അവ്വല നഹാരി, രാവിലെ ഒരാൾ ചൊല്ലിയാൽ ലം തുസിബുഹു മുസീബത്തുൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അയാൾക്കൊരു അപകടവും സംഭവിക്കൂല. വമൻ ഖാലഹാ ആഖിറൻ നഹാരി, രാത്രിയിൽ ഒരാൾ ചൊല്ലിയാൽ ലം തുസിബുഹു മുസീബത്തുൻ ഹത്താ യുസ്ബിഹ, പകൽ വരെ ഒരാൾക്കും ഒരു അപകടവും സംഭവിക്കൂല. അങ്ങനെ ഒരു ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് എന്റെ വീട് കത്തി എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ വീട് കത്തൂല. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അലീം മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബ്ബ അൻത ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഞാൻ ആവർത്തിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ലൈവ് കേട്ടാൽ നിങ്ങൾക്ക് ഈ ദിക്ർ കിട്ടും, ലൈവ് ഒന്ന് കേട്ടാൽ മതി. ഈ ദിക്ർ നിങ്ങൾ
നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ദിക്ർ രാവിലെ ഒരാൾ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു അപകടവും സംഭവിക്കൂല. രാത്രി ഒരാൾ ചൊല്ലിയാൽ രാവിലെ വരെ ഒരു അപകടവും സംഭവിക്കൂല. ഇന്ന് ഞാനിത് ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വീട് കത്തൂല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. ചൊല്ലിയാൽ മാത്രം പോരാ, അബൂദർദാഇന്റെ വിശ്വാസം നമ്മൾക്ക് വേണം. ഉസ്താദ് പറഞ്ഞു, ഞാൻ ചൊല്ലി, നടക്കോ ഇല്ല അല്ലാഹു അലം. അതല്ല, ഉസ്താദ് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നടക്കുമെന്നുറപ്പ് തന്നെയാണ്. ഞാൻ ചൊല്ലിയാൽ എനിക്ക് സംരക്ഷണം ലഭിക്കുമെന്നുറപ്പ് തന്നെയാണ്. ഒരാളല്ല, അന്നഹു തകററ മജീഉർ റജുൽ ഇലൈഹി, ഈ മനുഷ്യൻ നിരന്തരമായി കടന്നു വന്ന് ആവർത്തിച്ച് പറഞ്ഞു, അല്ല നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കത്തിയിട്ടില്ല. പിന്നെ ആളുകൾ പറഞ്ഞു, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഇവരെയും കൂട്ടി നേരെ വീടിന്റെ അടുത്തേക്ക് പോയി. ഫഖാമ വഖാമു മഅ ഫൻതഹു ഇലാ ദാരിഹി, വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വഖദ് ഇഹ്തറക മാ ഹൗലഹാ വലം യുസ്ബഹാ ഷൈഉൻ, വീടിന്റെ ചുറ്റുഭാഗങ്ങൾ മുഴുവനും കത്തിപ്പോയിരിക്കുകയാണ്. വീടിന്റെ ഒരു അംശം കത്തിയിട്ടില്ല, വീടിന്റെ ഒരു അംശം കത്തിയിട്ടില്ല. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അടിയുറച്ച വിശ്വാസമാണ്, ഈമാനിന്റെ മാധുര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടിനെ അല്ലാഹു തൊട്ടില്ല. തീ മുഴുവനും കാർന്നു തിന്നപ്പോ ഈ ദിക്ർ പഠിച്ചോ, ജീവിതത്തിൽ പകർത്തിക്കോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കാൻ പോവുകയാണ്. ഒരൊറ്റൊരു ആയത്തും കൂടി എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് ഒരൊറ്റൊരു ആയത്തും കൂടിയാണ്. കാരണം പരിശുദ്ധമായ ഖുർആൻ വെറുതെ നമ്മൾ ഓതിവിട്ടാൽ പോരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് ആഴങ്ങളിൽ ഇറങ്ങാനുണ്ട്, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഒരിക്കൽ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരു ആയത്തിറക്കുകയുണ്ടായി. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അല്ലാഹുവിന് ഒരാൾ കടം കൊടുത്താൽ, അല്ലാഹുവിന്റെ ദീനിന് ഒരാൾ കടം കൊടുത്താൽ, ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അയാൾക്ക് അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി പകരം തരുമെന്നർത്ഥമുള്ള ആയത്ത്. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ കടം കൊടുത്താൽ അയാൾക്ക് അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി പകരം തരുമെന്നർത്ഥമുള്ള ആയത്ത് മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ നേരെ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ അയസ്തഖരിലുനല്ലാഹ്, അല്ലാഹു ഞങ്ങളോട് കടം ചോദിക്കുകയാണോ? അല്ലാഹുവിന് കടം എന്തിനാണ് നബിയേ? അല്ലാഹുവല്ലേ സമ്പത്ത് നൽകുന്നത്, അല്ലാഹുവല്ലേ നിഅമത്ത് നൽകുന്നത്, അല്ലാഹുവിന് ഞങ്ങൾ കടം കൊടുക്കണമെന്നാണോ അല്ലാഹു പറയുന്നത്? എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അബൂദർദാ, അല്ലാഹു നിങ്ങളോട് കടം ചോദിക്കുന്നത് അല്ലാഹുവിന് ബിസിനസ് നടത്താനല്ല, സ്ഥാപനങ്ങൾ നടത്താനല്ല. നഅം യസ്തഖരിലുകും ലിയർഫഅ മിൻ ദറജാതികും വയുകഫിറ മിൻ ഖതീആതിക്, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാനാണ്, നിങ്ങൾക്ക് ഉന്നതമായ ദറജ നൽകാനാണ് അല്ലാഹു നിങ്ങളോട് കടം ചോദിക്കുന്നത്. അഥവാ ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് അല്ലാഹുവിന് കടം കൊടുക്കുന്നതിന് സമാനമാണ്. അല്ലാഹുവിന്റെ സ്ഥാപനമാണിത്, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇവിടെ ഉള്ളത്. 100 കണക്കിന് മുതഅല്ലിമീങ്ങൾ, 200 കണക്കിന് മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണത്. ഖൈറുക്കും ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? മൻ ഖറൽ ഖുർആന മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഏറ്റവും നല്ല ബിൽഡിംഗ് ഏതാ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലമല്ലയോ? അപ്പൊ അള്ളാഹുവിന്റെ ബിൽഡിംഗ് ആണിത്, അള്ളാഹുവിന്റെ വീടിന്റെ സമാനമാണിത്. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കടം കൊടുത്താൽ എനിക്ക് എന്ത് നേട്ടമാണ്? അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ്, അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുമെന്നാണ്, സ്വർഗീയ ലോകത്ത് ഉന്നതമായ ദറജ നൽകുമെന്നാണ്. 1 ലക്ഷം കൊടുക്കുന്നവർക്ക് അള്ളാഹു അദ്ആഫൻ മുളഅഫയായി, ഒരു പക്ഷേ 2 ലക്ഷമായി, 3 ലക്ഷമായി, 10 ലക്ഷത്തോളം ഇരട്ടിയായി ദുനിയാവിൽ തന്നെ അല്ലാഹു നൽകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് മഹാനായ അബൂ ദഹ്ദാ തങ്ങൾ പറഞ്ഞത്, ഇന്നലീ ഫിൽ മദീനതി ഹായിതൻ ഫീഹി 600 നഖല, 600 ഈന്തപ്പനകളുള്ള 6 ഏക്കർ സ്ഥലം എനിക്കുണ്ട് നബിയേ. 600 ഈന്തപ്പനകളുള്ള 6 ഏക്കർ സ്ഥലം എനിക്കുണ്ട് നബിയേ. ആ 6 ഏക്കർ ഈന്തപ്പനകൾ, 600 ഈന്തപ്പനകൾ മദീനയിലെ ഫേമസ് ഈന്തപ്പനകളാണ്. അതിന് തത്തുല്യമായൊരു തോട്ടം മദീനയിലില്ല. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ച മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ഇതിന് പകരം ഒരു ഈന്തപ്പന
ഈന്തപ്പനത്തോട്ടം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെ അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്തു ഒരൊറ്റ ഒരു ആയത്താണ് കാരണം. ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കുന്നത് എന്നർത്ഥമുള്ള ആയത്ത് കേട്ടപ്പോ 6 ഏക്കറയാണ് കൊടുത്തത്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി തന്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോ അവിടെയുണ്ട് തന്റെ ഭാര്യ, തന്റെ മക്കള്. ഈന്തപ്പനകളിൽ നിന്ന് വീണ ഈത്തപ്പഴങ്ങൾ കയ്യിൽ പിടിച്ചിങ്ങനെ അവിടെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ട് നടക്കുകയാണ്. പറഞ്ഞു, താഴവക്ക് താഴവക്ക്, ഞാൻ ഈ ഈന്തപ്പന വിറ്റിരിക്കുകയാണ്. എന്തിനാണ് വിറ്റത്? സ്വർഗത്തിൽ ഇതിന് പകരം ഒരു ഈന്തപ്പന കിട്ടാൻ വേണ്ടി ഞാൻ വിറ്റിരിക്കുകയാണ് എന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബദ്ദഹ്ദാ, നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത ഭാര്യ ഇതുപോലെ എന്നോട് ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ മാതാവിന്റെ ഖബറിടം സ്വർഗീയമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. എന്നിട്ട് മാതാവ് ചോദിക്കണം അല്ലാഹുവിനോട് ഇന്നത്തെ സുപ്രഭാതത്തിൽ, യാ റബ്ബി യാ റബ്ബി യാ റബ്ബി അന്നാലി ഹാദാ, ഇന്നലെ വരെ നരകതുല്യമായ ശിക്ഷയായിരുന്നു, ഇന്നലെ വരെ നരകത്തിന്റെ തീജ്വാലകളായിരുന്നു, മുൻകർ നകീറിന്റെ താണ്ഡവങ്ങളായിരുന്നു, അതേപോലെ വിഷസർപ്പങ്ങൾ ഇഴജന്തുക്കളൊക്കെ ഇഴഞ്ഞു നീങ്ങുമായിരുന്നു. ഇന്നെങ്ങനെയാണ് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ടത്? ഇന്നെങ്ങനെയാണ് ഖബറിടം വിശാലമായത്? ഇന്നെങ്ങനെയാണ് ഖബറിന്റെ അദാബിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ കുടുംബക്കാർ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോട് പറയും, ഇന്നാലിന്ന പരിപാടിയിൽ വെച്ച് ബദിയടുക്കയിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങൾക്ക് വേണ്ടി 10,000 സംഭാവന ചെയ്യിപ്പിച്ച് ദുആ ചെയ്യിപ്പിച്ചത് കാരണം ഞാൻ നിങ്ങളുടെ ഖബറിടം സ്വർഗീയമാക്കി എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിസ്തിഗ്ഫാരി വലദികാലക, ബിസ്തിഗ്ഫാരി വലദികാലക, ജീവിച്ചിരിക്കുന്ന നിന്റെ മകന്റെ പ്രാർത്ഥന, ജീവിച്ചിരിക്കുന്ന നിന്റെ മകന്റെ ദുആ, ജീവിച്ചിരിക്കുന്ന നിന്റെ മകന്റെ സ്വതഖ, അത് കാരണത്താലാണ് ഞാൻ ഈ ഖബറിടം സ്വർഗീയമാക്കിയത്. അപ്പോഴാണ് നമ്മുടെ ഉമ്മമാരുടെ കണ്ണിന് കുളിർമ സംഭവിക്കുന്നത്, ഈ മക്കളെ വളർത്തിയതിൽ സന്തോഷമുണ്ട് എന്ന് തോന്നുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാ ആളുകളും ഒരു 10 സ്ക്വയർ ഫീറ്റ് 10,000 രൂപ, 5 സ്ക്വയർ ഫീറ്റ് 5,000 രൂപയെങ്കിലും ഏറ്റെടുക്കണേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത നമ്മുടെ റഫീഖ്, അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ആളുകളുടെ ഖബറിടം സ്വർഗീയമാക്കട്ടെ. അല്ലാഹു ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യട്ടെ. എൻ്റെ ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, എൻ്റെ ഒരു മൂത്താപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എൻ്റെ ഒരു ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറിടങ്ങൾ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കണേ അല്ലാ. നമ്മെ ഓർത്ത് കൺകുളിർക്ക സന്തോഷിക്കാൻ അവർക്ക് നീ അവസരം നൽകണേ അല്ലാ. സ്വതഖ ചെയ്താൽ ഖബർ വിശാലമാകുമെന്ന് പറഞ്ഞത് നീയാണ് റബ്ബേ. ഖബർ അല്ലാഹുവേ വെളിച്ചമാകുമെന്ന് പറഞ്ഞത് നിന്റെ ഹബീബാണ്. ഈ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് നീ അത് നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ ചർക്കുൾ ഉസ്താദിന്റെ മകൻ അസീസ് ഇന്ന് ബന്ധപ്പെട്ടിരുന്നു. ഒരു 10,000 രൂപ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവെ നമ്മുടെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്, ആ സഹോദരൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ജീവിതത്തിൽ ആഫിയത്ത് നൽകണേ അല്ലാ. സാലിഹീങ്ങളായ ഒരുപാട് സന്താനങ്ങൾ നൽകണേ അല്ലാ. അള്ളാഹുവെ മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. സാലിഹീങ്ങളായ ഒരുപാട് മക്കളെ കൊടുക്കണേ അല്ലാ. വല്ല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നീക്കി കൊടുക്കണേ അല്ലാ. ചെറുപണി നമ്മുടെ റസാഖിന്റെ ഉപ്പല്ലേ, നമ്മുടെ റസാഖ് സാഹിബും ഈ അടുത്ത് വന്നു, ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു. റസാഖ് സാഹിബിന്റെ പിതാവ് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ 5,000 രൂപ. അള്ളാഹുവേ ഈ മകനെ കണ്ട് കൺകുളിർക്ക സന്തോഷിക്കാൻ ആ മാതാപിതാക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നാളെ നമ്മൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് ഇതുപോലെ സംഭാവന ചെയ്ത് ദുആ ചെയ്യാനുള്ള സന്മനസ് നൽകണേ അല്ലാ. ഇന്ന് നമ്മൾ കൊടുത്താൽ നാളെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ സഹായിക്കും. നമ്മൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന വല്ലതും ഇന്ന് കൊടുത്ത് നമ്മൾ ദുആ ചെയ്യിപ്പിച്ചാൽ നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യും. ആ മക്കളെ ഓർത്ത് ഖബറിൽ സന്തോഷിക്കാൻ നമ്മൾക്ക് കഴിയും. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ, സ്വർഗീയമാക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ ആരെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറുള്ളതെന്നൊക്കെ ഇപ്പൊ ഒരു 10 സ്ക്വയർ ഫീറ്റോ 5 സ്ക്വയർ ഫീറ്റ് എത്രയായിരുന്നു? എത്ര ഒന്നിച്ച് തരണമെന്നില്ല. ഇപ്പൊ ഞാൻ ഒന്നിച്ച് തരണമെന്നില്ല, നിങ്ങൾ പതുക്കെ കൊടുത്താൽ മതി. അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ 5 സ്ക്വയർ ഫീറ്റ് ഉമ്മാക്കുപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഷാഫി കാനം എതിർത്തോട് ഒരു കുട്ടി ഓൺലൈനിലൂടെ അല്ലേ,
അള്ളാഹുവേ, ഒരു ഷാഫി എന്ന് പറയുന്ന സുഹൃത്ത് ഒരു കുട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് 24,000 രൂപ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ. ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. സാലിഹീങ്ങളായ സാലിഹാത്തുകളായ ഒരുപാട് മക്കളെ നീ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. വല്ല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നീ അത് തീർത്തു കൊടുക്കണേ റബ്ബേ. ഡോക്ടർമാരല്ല മക്കളെ നൽകുന്നത്, മരുന്നല്ല മക്കളെ നൽകുന്നത്. 15 വർഷമായി മക്കൾ ഉണ്ടാവൂല എന്ന് ഡോക്ടർ പറഞ്ഞവർക്ക് 2 മക്കളെ നീ കൊടുത്തത് എനിക്കറിയാം. 15 വർഷത്തിന് ശേഷം 5 മക്കളെ തുടർച്ചയായ വർഷങ്ങളിൽ കൊടുത്തതറിയാം. അള്ളാഹുവേ, നീയാണ് മക്കളെ നൽകുന്നത്. അത് നിനക്ക് വളരെ എളുപ്പമാണ് റബ്ബേ. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നന്മകളെല്ലാം മുന്നിൽ വെച്ച് ആത്മാർത്ഥമായി ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, മക്കളില്ലാതെ ഒരാളെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. അള്ളാഹുവേ, സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ഒരുപാട് മക്കളെ നീ നൽകണേ അല്ലാ. അഷ്റഫ് ബദി എടുക്ക എന്നവർ മരണപ്പെട്ടു പോയ അലിഷാൻ എന്ന വ്യക്തിയുടെ പേരിൽ 5000 രൂപ അള്ളാഹുവേ ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഇവരൊക്കെ നൽകുന്നത് ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഖബറിടം സ്വർഗീയമാകണമെന്ന ഉദ്ദേശത്തോടെയാണ്. അമല് ചെയ്യാൻ പറ്റാത്ത ലോകത്ത് നമ്മളൊരു സഹായം ചെയ്യുകയാണ്. നിന്റെ ഹബീബ് വഫാത്തിന്റെ അവസാന സമയങ്ങളിൽ ഖബറാളികളുടെ സമീപത്തേക്ക് പോയി നിരന്തരമായി ദുആ ചെയ്തിട്ടുണ്ട്. ആയിഷ ബിവി അത് കണ്ടിട്ടുണ്ട്. പള്ളിയുമായി ബന്ധമുള്ള ഒരു പെണ്ണ് മരണപ്പെട്ടു പോയ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ അറിയിക്കാതെ മറമാടിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്തേ എന്നെ അറിയിക്കാത്തത്? എന്റെ ദുആ, എന്റെ നിസ്കാരം ആ പെണ്ണിന്റെ ഖബറിടം വെളിച്ചമാകാൻ കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ദുആകളും നമ്മുടെ സംഭാവനകളും ഇൻഷാ അല്ലാഹ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വെളിച്ചമാകാൻ കാരണമാകും. അള്ളാഹുവേ, ഇദ്ദേഹത്തിന്റെ ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. അസീസ് കമാലി നേരത്തെ പറഞ്ഞ ആളാണ്. അള്ളാഹുവേ, ആ സുഹൃത്തിന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മില്ല് ഷെരീഫ് ഉപ്പയുടെ പേരിൽ ഒരു കുട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, ആ ഉപ്പയുടെ ഖബറിടം സ്വർഗീയമാക്കണേ അല്ലാ. ഇതുപോലെയുള്ള മക്കളല്ലേ ഉണ്ടാവേണ്ടത്, ദുആ ചെയ്യുന്ന മക്കൾ. വവലദുൻ സാലിഹുൻ യദ്ഉല, ഇതല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഉപ്പ മരണപ്പെട്ട് കിടക്കുമ്പോൾ ദുആ ചെയ്യുന്ന മക്കൾ വേണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതാവാൻ നമ്മൾ ശ്രമിച്ചേക്കും മുഅ്മിനീങ്ങളെ. മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവാൻ ഒരു ശ്രമം നടത്ത്. എല്ലാം കഴിയുന്നത് മുഴുവനും കൊടുക്കണമെന്നല്ല, എന്തെങ്കിലും കഴിയുമ്പോ പതുക്കെ കൊടുത്താൽ മതി. ആർക്ക് വേണ്ടി? സ്ഥാപനത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ ഉമ്മയുടെ ഖബറിടത്തിന് വേണ്ടി. അല്ലാഹുവേ, ആ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അവരുടെ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. അപ്പോ എന്നെ ആരെങ്കിലും ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? മരണപ്പെട്ടു എന്തെങ്കിലും ഒരു എമൗണ്ട് ഏറ്റെടുക്കാൻ താല്പര്യമാണ്? കൈപ്പൊക്കിയോളൂ. 5000, 2000, 1000, 10,000 എത്രയായാലും കുഴപ്പമില്ല. ഞാൻ നിർത്താണ്, ഞാനിത് തെറ്റിക്കൊണ്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും ഇൻഷാ അല്ലാഹ്. വസിക്കും ബിദുആ, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനി ദുആ നടക്കും. ഇവിടെ ഒരുപാട് ലിസ്റ്റുകളൊക്കെ ഇവിടെ വായിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.